നാരായണ. ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ശുഭസായാഹ്നം, സുസ്വാഗതം. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോऽന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായാദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോऽത്ര പരമോ നിർമ്മൽസരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതരാജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിദീർഷദം തമോന്ദം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതദദ്യതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമ്മായ ശേതേ യദമൂഷു പൂരുഷഃ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ. സോലങ്കൃഷീഷ്ട ഭഗവാൻ ഭജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ.
പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ. പരമഋഷിഭ്യഃ ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. ഭാഗവത ജ്ഞാനഗംഗാപ്രവാഹത്തിലേക്ക് സുസ്വാഗതം. ശ്രീമദ് ഭാഗവതം നവമസ്കന്ധം 19-ാം അധ്യായമാണ് നമ്മൾ രാവിലെ പകുതി കണ്ടു. ഇനി ബാക്കി പകുതിയുണ്ട്. യയാതി ചരിതത്തിന്റെ അവസാന ഭാഗം. കഴിഞ്ഞ അധ്യായത്തിൽ യയാതിയുടെ ശാപവും അത് കഴിഞ്ഞ് ശാപമോക്ഷവും പിന്നീട് തുടർന്നുള്ള അദ്ദേഹത്തിന്റെ ദാമ്പത്യ ജീവിതവും വിസ്തരിച്ച് പറഞ്ഞതിന് ശേഷം ഈ അധ്യായത്തിൽ അദ്ദേഹത്തിന് ബോധോദയമുണ്ടാകുന്നതും അദ്ദേഹം ഒരു ഗാഥ തന്റെ ഭാര്യയെ പാടിക്കേൾപ്പിക്കുന്നതും അത് ഒരു പരോക്ഷമായി ഒരു മുട്ടനാടിന്റെയും ഒരു പെണ്ണാടിന്റെയും കഥ പറഞ്ഞുകൊണ്ടാണ് വാസ്തവത്തിൽ തന്റെ തന്നെ കഥ, തന്റെയും പത്നിയുടെയും തന്നെ കഥയെ പരോക്ഷമായി പറഞ്ഞ് തന്റെ പത്നിക്കും വിവേകവും വൈരാഗ്യവും ജനിപ്പിക്കാൻ വേണ്ടി അതിനുശേഷം ആയിരക്കണക്കിന് വർഷങ്ങളായി നമ്മൾ ഈ ഭോഗങ്ങൾ അനുഭവിക്കുന്നു. ഇതെത്ര അനുഭവിച്ചാലും മതിയാവാൻ പോകുന്നില്ല. ഇതിനൊരു അന്ത്യമുണ്ടാകാൻ പോകുന്നില്ല. ഇത് നെയ്യൊഴിച്ച് തീ കെടുത്താൻ ശ്രമിക്കുന്നത് പോലെയാണ് ഇന്ദ്രിയങ്ങളെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് അതിൽ നിന്ന് മോചനം നേടാനുള്ള വഴി എല്ലാറ്റിലും ഈശ്വര ദർശനം അഥവാ എല്ലാറ്റിലും മംഗളദർശനം, സമദർശനം. അതിലൂടെ മാത്രമേ നമുക്ക് രാഗദ്വേഷങ്ങൾ ഒഴിഞ്ഞ് ഒന്നിനോടും പ്രത്യേകമായിട്ടുള്ള കാമമില്ലാതെ എല്ലാറ്റിലും ആ ഈശ്വരഭാവത്തോടുകൂടി അന്ധക്കരണ ശുദ്ധി വന്ന് ഈശ്വരനെ പ്രാപിക്കാനായിട്ട് സാധിക്കുള്ളൂ. അതിലൂടെ മാത്രമേ ക്ഷേമം, ശാന്തി, സമാധാനം ഇതെല്ലാം ഉണ്ടാവാൻ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞ് ഭാര്യയെ പ്രേരിപ്പിക്കുന്നതായിട്ടുള്ള ആ ഭാഗമാണ്. അത് കഴിഞ്ഞ് രണ്ടുപേരും കൂടി യൗവനം വെടിഞ്ഞ് യൗവനത്തെ മകന് തന്നെ തിരിച്ചേൽപ്പിച്ച് ആ ഏറ്റവും ഇളയവനാണെങ്കിലും പൂരു വളരെ ധാർമ്മികനാണ് എന്നുള്ളത് കൊണ്ട് ആ പൂരുവിനെ തന്നെ മൊത്തം ഭൂമിയുടെ ആധിപത്യത്തെ ഏൽപ്പിച്ച് മറ്റ് 4 മക്കൾക്ക് ഓരോ ദിക്കുകൾ എന്താ പറയുക സാമന്തന്മാരാക്കി തീർത്ത് യയാതി ഭാര്യയുമായി വനത്തിലേക്ക് പോകുന്നതും ഭഗവാനെ ഭജിച്ച് മുക്തി പ്രാപിക്കുന്നതും ആയിട്ടുള്ള ഭാഗമാണ് ഇനി നമ്മൾ കാണാനുള്ളത്. നമുക്ക് അധ്യായം മുഴുവൻ വായിച്ച് 15-ാം ശ്ലോകം മുതൽക്ക് കാണാം. 16-ാം ശ്ലോകം മുതൽക്ക് കാണാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ നവമസ്കന്ധേ 19-തമോऽധ്യായഃ. ശ്രീശുക ഉവാച. സ ഇത്തമാചരൻ കാമാൻ സ്ത്രൈണോപന്നവമാത്മനഃ ബുദ്ധ്വാ പ്രിയായൈ നിർവിണ്ണോ ഗാഥാം ഏതാം അഗായത. ശൃണു ഭാർഗവ്യമും ഗാഥാം മദ്വിദാചരിതാം ഭുവി ധീരാ യസ്യാനുശോചന്തി വനേ ഗ്രാമനിവാസിനഃ.
बस्त एको वने कश्चित् विचिन्वन् प्रियमात्मनः ददर्श कूपे पतितां स्वकर्मवशगाम् अजाम् तस्य उद्धरणोपायम् बस्तः कामी विचिन्तयन् व्यदत्ता तीर्थमुद्धृत्य विषाणाग्रेण रोधसी सोत्तीर्य कूपात् शुश्रोणी तमेव चकमे किल तया वृतम् समुद्वीक्ष्य बह्व्योजा कान्तकामिनीः पीबानम् श्मश्रुलम् प्रेष्ठम् मीड्वांसम् याभगोविदम् स एको अजवृषस्तासाम् बह्वीनाम् रतिवर्धनः रेमे कामग्रहग्रस्तः आत्मानम् नावबुध्यत तमेव प्रेष्ठतमया रममाणम् अजान्यया विलोक्य कूपसंविघ्ना नामृष्यद्बस्तकर्म तत् तम् दुर्हृतम् सुहृद्रूपम् कामिनम् क्षणसौहृदम् इन्द्रियाराममुत्सृज्य स्वामिनम् दुःखिताययौ सोऽपि चानुगतस्त्रैणः कृपणस्ताम् प्रसादितुम् कुर्वन्निडविडागारम् नाशक्नोत्पदि सन्दितुम् तस्यास्तत्र द्विजः कश्चित् अजा स्वामी अच्छिनदृषा लम्बन्दम् वृषणम् भूयः सन्दते अर्थाय योगवित् सम्बद्धवृषणः सोऽपि ह्यजया कूपलब्धया कालम् बहुतिधम् भद्रे कामैर्नाद्यापि तुष्यति तदाहम् कृपणः सुब्रू भवत्याः प्रेमयन्द्रितः आत्मानम् नाभिजानामि मोहितस्तव मायया यत्पृथिव्याम् व्रीह्यवम् हिरण्यम् पशवस्त्रियः न दुह्यन्ति मनः प्रीतिम् पुंसः कामः तस्य ते न जादुकामः कामानामुपभोगेन शाम्यति हविषा कृष्णवत्मेव भूय एवाभिवर्धते यदा न कुरुते भावम् सर्वभूतेष्वमङ्गलम् समदृष्टेः तदा पुंसः सर्वा सुखमया दिशः या दुस्त्यजा दुर्मतिभिः जीर्यतो या न जीर्यते ताम् तृष्णाम् दुःखनिवहाम् शर्मकामो द्रुतम् त्यजेत् मात्रा स्वस्रा दुहित्रा वा नाविविक्तासनो भवेत् बलवानिन्द्रियग्रामो विद्वांसमपि कर्षति पूर्णम् वर्षसहस्रम् मे विषयान् सेवतो असकृत तथापि चानुसवनम् तृष्णा तेषूपजायते तस्मात् एताम् अहम् त्यक्त्वा ब्रह्मण्याधाय मानसम् निर्द्वन्द्वो निरहङ्कारः चरिष्यामि मृगैः सह दृष्टम् श्रुतमसद्बुद्ध्वा नानुध्यायेत् न संविशेत् संसृतिम् चात्मनाशम् च तत्र विद्वान् स आत्मदृक् इत्युक्त्वा नाहुषो जायाम् तदीयम् पूरवे वयः दत्त्वा स्वाम् जरसम् तस्मात् आददे विगतस्पृहः दिशि दक्षिणपूर्वस्याम् द्रुह्युम् दक्षिणतो यदुम् प्रदीच्याम् तुर्वसुम् चक्रे उदीच्याम् हनुमीश्वरम् भूमण्डलस्य सर्वस्य पूरुम् अर्हत्तमम् विशाम् अभिषिच्य अग्रजान् तस्य वशे स्थाप्य वनम् ययौ आसेवितम् वर्षपूगान् षड्वर्गम् विषयेषु सह क्षणेन मुमुचे नीडम् जातपक्ष इव द्विजः स तत्र निर्मुक्त समस्तसङ्ग आत्मानुभूत्या विदुदत्त्रिलिङ्गः परे अमले ब्रह्मणि वासुदेवे लेभे गतिम् भागवतीम् प्रतीतः श्रुत्वा गाधाम् देवयानी मेने प्रस्तोभमात्मनः स्त्रीपुंसोः स्नेहवैक्लव्याद् परिहासम् इव ईरितम् सा सन्निवासम् सुहृदाम् प्रपायाम् इव गच्छताम् विज्ञायेश्वरतन्द्राणाम् मायाविरचितम् प्रभोः सर्वत्र सङ्गमुत्सृज्य स्वप्नौपम्येन भार्गवी कृष्णे मनः समावेश्य व्यधुनोद्लिङ्गमात्मनः नमस्तुभ्यम् भगवते वासुदेवाय वेधसे
സർവഭൂതാദിവാസായ ശാന്തായ ബൃഹതേ നമഃ. ഹരി ഓം. ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം നവമസ്കന്ധേ ഏകോനവിംശതിതമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ശുഭസായാഹ്നം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. ശ്രീമദ് ഭാഗവതം നവമസ്കന്ധം 19-ാം അധ്യായമാണ് ഇപ്പോൾ വായിച്ചത്. ഇതിൽ പകുതി 15-ാം ശ്ലോകം വരെ രാവിലെ വായിച്ച അർത്ഥം വിശദീകരിച്ചു. ഇനി ബാക്കി 14 ശ്ലോകങ്ങളാണ് ഇപ്പോൾ പറയാനുള്ളത്. യയാതി ചരിതം അവസാന ഭാഗമാണ്. ഇപ്പോൾ വിരക്തനായ യയാതി അല്ലെങ്കിൽ വിവേകിയായ യയാതി തന്റെ അവസ്ഥയെക്കുറിച്ച് പരിതപിച്ച് താൻ എത്ര നിന്ദ്യമായ ഒരവസ്ഥയെ പ്രാപിച്ചിരിക്കുന്നു എന്ന് പശ്ചാത്തപിച്ച് സ്വയം തന്റെ പത്നിയായ ദേവയാനിയോട് ഒരു ഗാഥയെ പാടി പരോക്ഷമായി തന്റെ ആത്മകഥ തന്നെ ഒരു മുട്ടനാടിന്റെ കഥയായിട്ട് അവതരിപ്പിച്ചു. ഒരു മുട്ടനാട് തനിക്ക് പ്രിയപ്പെട്ട വസ്തുക്കളെ തെരഞ്ഞുകൊണ്ട് കാട്ടിലൂടെ നടക്കുമ്പോൾ ഒരു പൊട്ടക്കിണറ്റിൽ ഒരുത്തിയെ കണ്ടുമുട്ടി, ഒരു പെണ്ണാടിനെ കണ്ടുമുട്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കഥ ആരംഭിച്ചത്. അവൻ ആ കിണറ്റിന്റെ തീരങ്ങളെല്ലാം കൊമ്പുകൊണ്ട് ഇടിച്ച് നിരത്തി അവളെ കയറ്റാൻ സഹായിച്ചു. കയറി വന്ന അവള് ഇവനെ തന്നെ തന്റെ ഇണയായി സ്വീകരിച്ച് അവർ തമ്മിൽ സഞ്ചരിച്ചു. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ കുറെ മറ്റ് പെണ്ണാടുകളും കൂടി. ഇവനെല്ലാവരുമായി രസിച്ചു നടക്കുമ്പോൾ ഈ ആദ്യത്തെ കിണറ്റിൽ നിന്ന് വന്ന പെണ്ണാടിന് സഹിച്ചില്ല മറ്റ് ആടുകളോട് ഇവൻ രമിക്കുന്നത്. അങ്ങനെ ഇവള് ദേഷ്യപ്പെട്ട്, ഈ പെണ്ണാട് ദേഷ്യപ്പെട്ട് അതിന്റെ ഉടമസ്ഥന്റെ അടുത്തേക്ക് പോകുന്നു. ഇവൻ മുട്ടനാട് അതിന്റെ പുറകെ നടന്ന് അതിനെ ഏതൊക്കെ ശബ്ദങ്ങളോ എന്തൊക്കെയോ ഉണ്ടാക്കിക്കൊണ്ട് അനുനയിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷെ അവളത് അനുസരിക്കുന്നില്ല. അവസാനം അവിടെ ചെന്നപ്പോൾ ആ ആടിന്റെ ഉടമസ്ഥൻ കാര്യം മനസ്സിലാക്കിയിട്ട് ഈ മുട്ടനാടിന്റെ തൂങ്ങിക്കിടക്കുന്ന വൃഷണത്തെ ഛേദിച്ചു കളഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ എല്ലാവരും സ്വാമി തന്നെ വിഷമിച്ചു. അല്ല, ഇതുകൊണ്ട് തനിക്ക് എന്ത് പ്രയോജനം? പ്രയോജനമുള്ള കാര്യം ചെയ്യാൻ തന്റെ മകൾക്ക് സന്തോഷം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് വീണ്ടും അതിനെ ചേർത്ത് വെച്ചു. മുറിച്ചെടുത്ത വൃഷണം ചേർത്ത് വെച്ചു. എന്നിട്ട് പിന്നീട് ഈ ആടുകൾ വീണ്ടും സുഖമായി കഴിഞ്ഞുകൂടി എന്ന് പറഞ്ഞിട്ട് ഞാനും തദാഹം കൃപണ സുബ്രൂ ഭവത്യാ പ്രേമയന്ത്രിത ആത്മാനം നാഭിജാനാമി മോഹിത തവമായയാ. അല്ലയോ സുന്ദരി, ഞാനും നിന്റെ പ്രേമത്താൽ നിയന്ത്രിക്കപ്പെട്ടവനായി എന്നെ തന്നെ മറന്ന് നിന്റെ മായയാൽ വിസ്മൃതനായിക്കൊണ്ട് ഞാൻ കഴിയുന്നു. ഇനി ഞാനൊരു കാര്യം പറയാം. ഈ ഭൂമിയിൽ എത്ര വ്രീഹി യവം മുതലായ ധാന്യങ്ങളുണ്ടോ, എത്ര സ്വർണമുണ്ടോ, എത്ര പശുക്കളോ, എത്ര സ്ത്രീകളുണ്ടോ, ഇതൊന്നും തന്നെ കാമപീഡിതനായിരിക്കുന്ന ഒരു പുരുഷന് മനപ്രീതിയെ ചുരന്നു കൊടുക്കുന്നില്ല. അയാൾക്ക് തൃപ്തി ഉണ്ടാവാൻ പോകുന്നില്ല. അതുകൊണ്ട് കാമങ്ങളുടെ ഉപഭോഗം കൊണ്ട് ഒരിക്കലും ആ വ്യക്തിയുടെ കാമം ശമിക്കാൻ പോകുന്നില്ല. ഹവിസ്സുകൊണ്ട് കൃഷ്ണപത്മ വീണ്ടും വർദ്ധിക്കുന്നത് പോലെ ഭോഗങ്ങൾ അനുഭവിക്കും തോറും കാമം വർദ്ധിച്ചു വരികയേ ഉള്ളൂ. ഇതാണ് ഇപ്പോൾ ഞാൻ പഠിച്ചതായിട്ടുള്ള കാര്യം. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? എപ്രകാരമായാൽ
സർവഭൂതങ്ങളിലും അമംഗളം ചിന്തിക്കാതിരിക്കുമോ, അമംഗളഭാവമില്ലാതിരിക്കുമോ, എല്ലാവരിലും സമദൃഷ്ടി കൊണ്ട് എങ്ങനെ കഴിയാൻ പറ്റുമോ അങ്ങനെയുള്ള പുരുഷൻ അവന് സർവദിക്കുകളും സുഖമയങ്ങളായി തീരുന്നു. യഥാന കുരുതേ ഭാവം സർവഭൂതേഷു അമംഗളം സമദൃഷ്ടേഹേ തഥാ പുംസഃ സർവാഹ സുഖമയാ ദിശഃ. ഇതുവരെയാണ് പറഞ്ഞ് നിർത്തിയത് രാവിലെ. അപ്പോ കാമഹതസ്യ അർത്ഥം, കാമഹതന്മാർക്കൊരിക്കലും ശാന്തി ഉണ്ടാവാൻ പോകുന്നില്ല. അതുകൊണ്ട് കാമത്തെ ജയിക്കണം, അകാമഹതന്മാരാവണം. അത് വിവേക വൈരാഗ്യങ്ങളെ കൊണ്ട് വേണം സാധിക്കാൻ. അതിന് ഏറ്റവും എളുപ്പമായിട്ടുള്ള വഴി എല്ലാറ്റിലും മംഗളം ദർശിക്കുക, എല്ലാറ്റിലും സമദൃഷ്ടി ഉണ്ടാവുക. അങ്ങനെ സർവത്തിലും സമം ദർശിക്കുന്ന ഒരുവന് സർവാദിശഃ സുഖമയാഹ ഭവന്തി, എല്ലാ ദിക്കുകളും സുഖമയങ്ങളായി ഭവിക്കുന്നു. ഇനിയും ഉപദേശം തുടരുകയാണ് യയാതി. ലോകത്തിന് മുഴുവനുള്ള ഉപദേശങ്ങളാണ്, തന്റെ വരും തലമുറകൾക്കുള്ള എല്ലാമുള്ള ഉപദേശമാണ്. വരാനിരിക്കുന്ന തലമുറയിൽപ്പെടുന്ന പൂരുവിനാകട്ടെ, അദ്ദേഹത്തിന്റെ വംശത്തിൽ വരുന്ന ഭരതനാവട്ടെ, ശന്തനുവിനാകട്ടെ, ഭീഷ്മർക്കാകട്ടെ, ധൃതരാഷ്ട്ര പാണ്ഡു മുതലായവർക്കാകട്ടെ, ദുര്യോധനാദികൾക്കാവട്ടെ, പാണ്ഡവന്മാർക്കാവട്ടെ, അഭിമന്യു അല്ലെങ്കിൽ ഇപ്പോൾ പരീക്ഷിത്ത് വരെ ആയി നിൽപ്പുണ്ട്, ഇവർക്ക് ആർക്കുമാകട്ടെ എല്ലാവർക്കുമുള്ള ഉപദേശമാണ്. മാത്രമല്ല ലോകത്തിന് മുഴുവനുള്ള ഉപദേശമാണ് ഈ യയാതിയുടെ ഉപദേശം. അപ്പോൾ അത് നമുക്ക് തുടർന്ന് കാണാം. 16-ാം ശ്ലോകം മുതൽ. നാരായണ. യാ ദുസ്ത്യചാ ദുർമതിഭിഃ ജീര്യതോ യാ ന ജീര്യത്തെ താം തൃഷ്ണാം ദുഃഖനിവഹം ശർമ്മകാമോ ദ്രുതം ത്യജേത്. യാ ദുസ്ത്യജാ ദുർമതിഭിഃ ജീര്യതോ യാ ന ജീര്യത്തെ താം തൃഷ്ണാം ദുഃഖനിവഹം ശർമ്മകാമോ ദ്രുതം ത്യജേത്. എല്ലാവർക്കുമായിട്ടുള്ളതാണെന്ന് പറഞ്ഞില്ല, ഇവിടെ ശർമ്മകാമഃ എന്ന് പൊതുവെ പറഞ്ഞിരിക്കുകയാണ്. ശർമ്മകാമഃ എന്താണ്? ശർമ്മ എന്ന് പറഞ്ഞാൽ സുഖം. സുഖം കാമിക്കുന്നവർ, ശാന്തി, സമാധാനം, ക്ഷേമം, സുഖം ഇതെല്ലാം കാമിക്കുന്നവർ എന്നർത്ഥം. ശാന്തിയും സമാധാനവും വേണമെങ്കിൽ എന്ത് ത്യജിക്കണം? താം തൃഷ്ണാം ദ്രുതം ത്യജേത്. ആ തൃഷ്ണയെ വേഗം ത്യജിക്കണം, പെട്ടെന്ന് ഉപേക്ഷിക്കണം. എന്താണ് ഈ തൃഷ്ണ? ദുഃഖനിവഹയാണ്, ദുഃഖം വഹിച്ചുകൊണ്ടുവരുന്നതാണ്. നമ്മുടെ അടുത്തേക്ക് ദുഃഖത്തെ കൊണ്ടുവരുന്നതാണ് തൃഷ്ണ. അപ്പൊ തൃഷ്ണയെ സ്വീകരിച്ചാൽ പുറകെ വരും ദുഃഖം. ആ തൃഷ്ണയെ വീണ്ടും മുമ്പിലത്തെ വരികളിൽ പറഞ്ഞു, യാ ദുസ്ത്യജാ ദുർമതിഭിഃ. യാ തൃഷ്ണ ദുർമതിഭിഃ ദുസ്ത്യജാ. ദുർമതികൾ എന്ന് പറഞ്ഞാൽ മതി ദുഷിച്ചവർ, ബുദ്ധി കെട്ടവർ. എങ്ങനെ? വിചാരം ചെയ്യാത്തത് കൊണ്ടും അനിത്യത്തിൽ നിത്യബുദ്ധിയോടുകൂടിയിട്ടും ഈ ലോകം കാണുന്ന നാമരൂപങ്ങളെല്ലാം സത്യമാണ്, ഇതെല്ലാം തനിക്ക് സുഖം തരാൻ കഴിവുള്ള വസ്തുക്കളാണ് എന്ന് കരുതി മനസ്സ് ഈ ലോകത്തില് രാഗദ്വേഷങ്ങളോടുകൂടി ചേർന്നിരുന്നാൽ തീർച്ചയായിട്ടും അത് ദുഷിക്കും. അങ്ങനെ കാമം കൊണ്ട് ദുഷിച്ച ബുദ്ധി, അതാണ് ദുർമതി. കാമക്രോധാദികളെ കൊണ്ട് ദുഷിച്ച മതി. അങ്ങനെയുള്ളവരാൽ ദുസ്ത്യജായാ, ത്യജിക്കാൻ പ്രയാസമേറിയതാണ് ഈ തൃഷ്ണ. തൃഷ്ണയെ വെടിയാൻ ദുർബുദ്ധികൾക്ക് സാധിക്കില്ല. ആരൊക്കെ എന്തൊക്കെ ഉപദേശം ചെയ്താലും അതൊന്നും മാറാൻ പോകുന്നില്ല. ഇപ്പൊ നമ്മുടെ ദുര്യോധനെ സംബന്ധിച്ച് ഭൂമിയോടായിരുന്നു കാമം. അദ്ദേഹത്തെ ആരൊക്കെ എങ്ങനെയൊക്കെ ഉപദേശിച്ചു നോക്കി,
അല്ലേ? ഉപദേശിക്കാൻ ഇനി ആരെങ്കിലും ബാക്കിയുണ്ടോന്നേ ഉള്ളൂ. സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ കെഞ്ചിക്കേണ് അപേക്ഷിച്ചു അവിടെ ചെന്നിട്ട്, അല്ലേ? 5 പേർക്കും കൂടി 5 ഗ്രാമം വേണ്ട, ഒരു ഗൃഹം മാത്രം ചോദിച്ചിട്ടും കൊടുക്കാൻ തയ്യാറായില്ല. അപ്പൊ അവന് സർവനാശമാണ് ബലം. അതേപോലെ രാവണന്റെ കഥ നമുക്കറിയാം, അല്ലേ? എല്ലാരും ഉപദേശിക്കുന്നു. രാവണനെ ഉപദേശിക്കാത്തവരായിട്ട് രാമായണത്തില് രാവണന്റെ അടുത്ത് ചെല്ലുന്നവരാരും ഇല്ല, ബാക്കിയില്ല. പക്ഷെ ദുസ്ത്യജയായിരുന്നു അയാളുടെ തൃഷ്ണ. സീതയോടുള്ളതായിട്ടുള്ള അയാളുടെ തൃഷ്ണ ത്യജിക്കാൻ പ്രയാസമേറിയതായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ത്യജിച്ചില്ല. അദ്ദേഹത്തിനും സർവനാശം. വിനാശകാലേ വിപരീത ബുദ്ധി. അപ്പൊ തൃഷ്ണ എന്നുള്ളത് ഈ നമ്മുടെ കൂടെ കൂടിക്കഴിഞ്ഞാൽ പിന്നെ ഉപേക്ഷിക്കാൻ പ്രയാസമേറിയതാണ്. അതാണ് യാ ദുസ്ത്യജാ ദുർമതിഭിഹി ജീര്യതോ യാ ന ജീര്യത്തെ ന ജീര്യത. എപ്പോൾ ജീര്യതഃ എന്ന് പറയുമ്പോ ഒരാൾക്ക് ജീർണത ബാധിച്ചാലും വയസ്സായാലും വയസ്സാകുന്നവന് പോലും എന്നർത്ഥമാണ്. ജീര്യതഃ എന്ന് പറഞ്ഞാൽ ജീർണനാവുന്നവന്, ജീർണിക്കുന്നവന്, ജരാനരകൾ ബാധിക്കുന്നവന്, വയസ്സന് എന്നർത്ഥം. അപ്പൊ ശരീരത്തിന് വയസ്സായി ഒന്നിനും കൊള്ളാതെയായാലും യാ ന ജീര്യത്തെ, യാ തൃഷ്ണ ന ജീര്യത്തെ, അല്ലേ? തൃഷ്ണയ്ക്ക് മാത്രം ജീർണത ഉണ്ടാകുന്നില്ല. ശരീരവും ഇന്ദ്രിയങ്ങളും എല്ലാം ജീർണിച്ചു, പക്ഷെ മനസ്സിലുള്ള തൃഷ്ണ മാത്രം ഒരിക്കലും ജീർണിക്കുന്നില്ല. അംഗം ഗളിതം ഫലിതം മുണ്ടം ദശനവിഹീനം ജാതം തുണ്ടം വൃദ്ധോ യാതി ഗൃഹീത്വാ ദണ്ഡം തദപിന മുഞ്ചത്യാശാപിണ്ഡം. ശങ്കരാചാര്യർ ഭജഗോവിന്ദത്തിൽ പാടുന്നുണ്ട്, അല്ലേ? അംഗം ഗളിതം ഫലിതം മുണ്ടം. അംഗം ശരീരം, ഗളിതം വല്ലാതെ എന്താ പറയുക, തളർന്നു കഴിഞ്ഞിരിക്കുന്നു, ക്ഷീണിച്ചിരിക്കുന്നു, കുഴഞ്ഞിരിക്കുന്നു എന്നൊക്കെ അർത്ഥം. ഫലിതം മുണ്ടം, മുണ്ടം ശിരസ്, ഫലിതം നരച്ചിരിക്കുന്നു, കുമ്പളങ്ങ പോലെ ആയിട്ടുണ്ട്. ദശനവിഹീനം ജാതം തുണ്ടം, തുണ്ടം വായ, അത് ദശനവിഹീനം ജാതം, പല്ലെല്ലാം പോയി, മോണ മാത്രമേ ഉള്ളൂ. ദശനവിഹീനം ജാതം തുണ്ടം. വൃദ്ധോ ജാതി ഗൃഹീത്വാ ദണ്ഡം. ഒരു വൃദ്ധൻ പോകുന്നു, ദണ്ഡമാണ് താങ്ങി നിർത്തിയിരിക്കുന്നത് അയാളെ, സ്വയം നിൽക്കാനുള്ള കഴിവ് പോലും ഇല്ല. അങ്ങനെ ദണ്ഡം ഗൃഹീത്വ വൃദ്ധ യാതി. പക്ഷേ അയാളുടെ മുതുകത്ത് ഭാരമുണ്ട്. ഇത് ഏത് ഭാരം? തദപിന് മുഞ്ചതി ആശാപിണ്ഡം. ആശയാകുന്ന ഭാരം, പിണ്ഡം അയാള് മോചിക്കുന്നില്ല. ആ ആശയാകുന്ന ഭാരമാണ് അയാൾ ചുമന്നുകൊണ്ട് നടക്കുന്നത്. പീഡിതനാണ് അയാൾ. അപ്പോ ജീര്യതോ യാ ന ജീര്യത്തെ. നമ്മൾ ജീർണിച്ചാലും തൃഷ്ണ ജീർണിക്കാൻ പോകുന്നില്ല. അതിന് യൗവനം തന്നെയാണ്, അല്ലേ? എത്ര ആളുകൾ പറയാറുണ്ട്, മനസ്സ്, ശരീരം കൊണ്ട് എത്ര പ്രായമായാലും മനസ്സുകൊണ്ട് ഇപ്പോഴും യൗവനമാണ് എന്ന് പറയും. തന്നെ അവരുടെ മനസ്സിൽ ഈ ആഗ്രഹങ്ങൾ പച്ചയായിട്ട് നിൽക്കുന്നു. അപ്പോ യാന ജീര്യത്തെ, അങ്ങനെയുള്ള തൃഷ്ണയെ അത് ദുഃഖനിവഹയാണ്, ദുഃഖത്തെ വഹിച്ചു കൊണ്ടുവരുന്നതാണ്, ദുഃഖപ്രവാഹം നമ്മളിലേക്ക് കൊണ്ടുവരുന്നതാണ്. അങ്ങനെയുള്ളതിനെ ശർമ്മകാമഹ ദ്രുതം ത്യജേത്. ശർമ്മം അഥവാ ശർമ്മ, സുഖം, മംഗളം എന്നൊക്കെ അർത്ഥം. അത് കാമിക്കുന്നവൻ ദ്രുതം ത്യജേത്, വേഗം ത്യജിക്കണം. എത്ര വേഗം ഈ തൃഷ്ണയെ ത്യജിക്കുന്നുവോ അത്രയും വേഗം സുഖം പ്രാപിക്കാം. അപ്പൊ നമുക്കും സുഖത്തിനും ഇടയിലുള്ളതായിട്ടുള്ള തടസ്സം, അത് അകറ്റി അകറ്റി കൊണ്ടുപോകുന്നത്, നമ്മളിൽ നിന്ന് സുഖത്തെ അകറ്റി അകറ്റി നിർത്തുന്നത് നമ്മുടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങളാണ്. എത്രത്തോളം ആഗ്രഹങ്ങൾ കൂടുതലോ അത്രത്തോളം അകലെയാണ് സുഖം. നമ്മുടെ ചിന്മയാനന്ദ സ്വാമിയുടെ ഒരു ഇക്വേഷൻ ഓർമ്മിക്കുക. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അല്ലേ? നിങ്ങളുടെ ഹാപ്പിനെസ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസയേഴ്സ് ഡിവൈഡഡ് ബൈ ഫുൾഫിൽഡ് ഡിസയേഴ്സ്. നിങ്ങൾക്ക് എത്ര ആഗ്രഹമുണ്ട് അതിനെ
പൂർത്തീകരിച്ച ആഗ്രഹങ്ങളെ കൊണ്ട് ഹരിക്കുക. അതാണ് നിങ്ങളുടെ ഹാപ്പിനെസ് എന്ന് ഒരു ജനറലി നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി പറഞ്ഞതാണ്. ഇതിന് വലിയ പ്രമാണമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. അതൊന്നും ശരിയല്ല എന്നൊന്നും പറഞ്ഞ് തർക്കിക്കാനൊന്നും വരണ്ട. ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി സ്വാമിജി പറഞ്ഞതാണ്. അതാണ് നമുക്കൊരു 100 ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അതിൽ നമ്മളൊരു 20 ഫുൾഫിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 100നെ 20 കൊണ്ട് ഹരിച്ചാൽ എന്ത് കിട്ടും? അത്രയും ഹാപ്പിനെസ് ആണ്. അപ്പോൾ 20/100 1/5 5% ആണ്, അല്ല സോറി 20% ആണ് നമ്മുടെ ഹാപ്പിനെസ്. 20 ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു, 100 ഉണ്ട്. അപ്പോൾ ബാക്കി 80 ഉള്ളത് കൊണ്ട് ഇനിയും 80% കിടക്കുകയാണ്. നേരെ മറിച്ച് 50 പൂർത്തീകരിച്ചാലോ, 100ൽ 50 പൂർത്തീകരിച്ചാൽ 50% സുഖം. ഇനി 50 ആഗ്രഹങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ, 50 പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞാലോ 1/1 എന്താ പറയുക, ഫുള്ള് അല്ലേ, മുഴുവൻ ഹാപ്പിനെസ്സായി, പൂർണ്ണതയായി. ഇനി നമുക്ക് ആഗ്രഹങ്ങളെ ഇല്ല, താഴെ കാണിക്കാനായിട്ട് ടോട്ടൽ ഡിസയേഴ്സ് ഒന്നുമില്ല. ഒരുപാട് കാര്യങ്ങൾ സാധിച്ചുകൊണ്ടേയിരിക്കണം ഈശ്വര ഇച്ഛ കൊണ്ട്, യാദൃച്ഛികമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതെന്താണ്? അതൊക്കെ അനന്തമായിട്ടുള്ള ആനന്ദത്തെ സൂചിപ്പിക്കുന്നു അല്ലെ. ഏതൊരു സംഖ്യയെയും 0 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അനന്തതയാണ്. അപ്പൊ ആഗ്രഹങ്ങൾ 0 ആണ് അടിയിൽ, അതിനെ ഫുൾഫിൽഡ്. ഇവിടെ ഡിസയേഴ്സ് ഇല്ല, വന്നുകൊണ്ടേയിരിക്കുന്നു ഓരോരോ ഭാഗ്യങ്ങൾ. അപ്പൊ അതെല്ലാം അവന് അനന്തമായിട്ടുള്ള ആനന്ദത്തെ നൽകുന്നു. ഇങ്ങനൊരു ഇക്വേഷൻ സ്വാമിജി പറയാറുണ്ട്. അപ്പൊ അതൊന്ന് ഓർമ്മിക്കുക. നമ്മൾക്ക് ആഗ്രഹങ്ങൾ കൂടുന്തോറും നമ്മുടെ സുഖം അകലേക്ക് പോകുന്നു. നമ്മുടെ സുഖത്തെയും നമ്മളെയും തമ്മിൽ അകറ്റുന്നത് ഇടയിലുള്ള ആഗ്രഹങ്ങളാണ്. അപ്പൊ അതിനെ കുറച്ച് അകലം കുറച്ച് കൊണ്ടുവരണ്ടേ? അതിന് ആഗ്രഹങ്ങളെ കുറയ്ക്കുക. ഏതാഗ്രഹമാണ് നമുക്ക് ധാർമ്മികമായിട്ട് അത്യാവശ്യമായിട്ടുള്ളത് അത് മാത്രം തൽക്കാലം വെക്കുക. ബാക്കിയുള്ളതിനെയൊക്കെ നമുക്ക് നമ്മുടെ ലിസ്റ്റിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. അതാണ് വിവേകം. അതാണ് ഇവിടെ പറഞ്ഞത്. താം തൃഷ്ണാം ദുഃഖ നിവഹാം ശർമ്മകാമോ ദ്രുതം ത്യജേത്. നിങ്ങൾക്ക് ശർമ്മ വേണോ? നിങ്ങൾ ശർമ്മയാവണോ അല്ലേ? ശർമ്മ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണന്റെ ടൈറ്റിൽ കൂടിയാണ്. അപ്പൊ ആരാണ് ശർമ്മ? സുഖം അനുഭവിക്കുന്നവനാണ് ശർമ്മ. എന്തുകൊണ്ടാണ് അവന് സുഖം ഉണ്ടാവുന്നത്? അവന്റെ വിവേക വൈരാഗ്യാദികളെ കൊണ്ട്. അവൻ വേണ്ടാത്തതൊന്നും കാമിക്കുന്നില്ല, അവൻ എല്ലാറ്റിനോടും ആർത്തിയില്ല, തൃഷ്ണയില്ല. അതുകൊണ്ട് അവൻ ശർമ്മ അനുഭവിക്കുന്നു. അങ്ങനെ വിവേക വൈരാഗ്യാദികളുള്ള ആളുകളെയാണ് ശർമ്മ എന്ന് വിളിക്കേണ്ടത്. തുടർന്ന് മാത്രാ സ്വസ്രാ ദുഹിത്രാവാ നാവിവിക്താസനോ ഭവേത് ബലവാനിന്ദ്രിയഗ്രാമോ വിദ്വാംസമപി കർഷതി. മാത്രാ സ്വസ്രാ ദുഹിത്രാവാ നാവിവിക്താസനോ ഭവേത് ബലവാനിന്ദ്രിയഗ്രാമോ വിദ്വാംസമപി കർഷതി. ഇവിടെ ലോക സ്വഭാവം, പ്രകൃതി സ്വഭാവം, ഇത് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പറയാണ്, മാത്ര മാതാവിനോടുകൂടെ, സ്വസ്ര സ്വസാവിനോടുകൂടെ, സ്വസ എന്ന് പറഞ്ഞാൽ സഹോദരി, ഇപ്പൊ സഹോദരിയോടുകൂടെയോ, ദുഹിത്ര ദുഹിത എന്ന് പറഞ്ഞാൽ മകൾ, ദുഹിത്ര മകളോടുകൂടെ, ഇതെല്ലാം തൃതീയ വിഭക്തിയാണ്. വാ ആരോടുകൂടെയാണെങ്കിലും ന അവിവിക്താസനഃ ഭവേത്. അവിവിക്താസനഃ ന ഭവേത്, വിവിക്താസനഃ ഭവിതവ്യം എന്നർത്ഥം. വിവിക്താസനഃ ഭവേത് അഥവാ ഭവിതവ്യം. അവിവിക്താസനഃ ന ഭവേത്. എന്താ അവിവിക്താസനം? അവിവിക്തം എന്ന് പറഞ്ഞാൽ വിവേചനം ചെയ്യാത്തത്, വേർതിരിക്കാത്തത്. ആസനം ഇരിപ്പിടം. അപ്പൊ വേർതിരിക്കാത്ത ഇരിപ്പിടത്തിൽ ഒന്നിച്ച് ഇരുന്നുകൂടാ.
അതാണ് ന ഭവേത് എന്ന് പറഞ്ഞത്. അവിവിക്താസന ന ഭവേത്. അപ്പോ ഒരു പ്രായം ആയിക്കഴിഞ്ഞ കുട്ടികളാണെങ്കിലും അല്ലെ, ആ ഒരു കൗമാരം വിട്ടുകഴിഞ്ഞാല് അമ്മയോടുകൂടെയാവട്ടെ, സഹോദരിയോടുകൂടെയാവട്ടെ, മകളോടുകൂടെയാവട്ടെ, ആ ഒരു പ്രായം ആയിക്കഴിഞ്ഞാല് അവിവിക്താസനായി ഭവിക്കരുത് എന്ന് പറഞ്ഞാൽ ഒന്നിച്ചിരിക്കരുത്, ഏകാന്തത്തിൽ ഇരിക്കരുത് എന്നൊക്കെ അർത്ഥമാണ്. ഇന്നതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ നൂറ്റാണ്ടുകൾക്ക് പിന്തിരിപ്പനായി പോകും അല്ലേ. ഇന്നത്തെ ലോകം ഇതിനൊക്കെ എത്രയോ അഡ്വാൻസ്ഡ് എന്ന് അവർ പറയും. ഞങ്ങളൊക്കെ വളരെ ഫോർവേഡാണ്. ഇപ്പോ അടുത്ത കാലത്ത് ഇപ്പോ നമ്മുടെ എറണാകുളം മഹാരാജാസ് കോളേജില് എന്താണ് ജെൻഡർ ഫ്രണ്ട്ലി ടോയ്ലറ്റ്സ്. എത്ര അധപ്പതിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ അതിനെ ഇപ്പോഴത്തെ ദീർഘദൃഷ്ടിയില്ലാത്ത മൂഢജനങ്ങൾ, പിള്ളേര് വലിയ സംഭവമായിട്ട് അതിനെ ആഘോഷിക്കുന്നു. ആണും പെണ്ണും ഒരേ ടോയ്ലറ്റിലേക്ക് പോവുക. അവിടെ ആണുങ്ങൾ ഒരു ഭാഗത്ത്, പെണ്ണുങ്ങൾ ഒരു ഭാഗത്ത്, ഒരേ കോംപ്ലക്സിൽ, ഒരേ ഇതിനകത്തേക്ക്, ഒരേ ചുമരുകൾക്കകത്തേക്ക് ഒന്നിച്ച് ടോയ്ലറ്റ് പോകാനുള്ള വ്യവസ്ഥ കോളേജിൽ, അതും മഹാരാജാസ് കോളേജ് പോലെയുള്ള തെറിച്ച പിള്ളേർ മാത്രമുള്ള കോളേജിൽ. ഇപ്പൊ തുടക്കത്തിലൊക്കെ കംപ്ലൈന്റ് ഒന്നും ഉണ്ടാവില്ല, ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ അതിനെക്കുറിച്ചിട്ടുള്ള ഒരുപാട് പരിപാടികൾ. പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർക്ക് അതൊന്നും പ്രശ്നമല്ല, അത് വേണം അവർക്ക് അല്ലെ. അവർക്ക് അവരുടെ സൗകര്യങ്ങൾക്ക് വേണ്ടി എല്ലാ വ്യവസ്ഥകളും മാറ്റിക്കൊടുക്കണം. അവർക്ക് സൗകര്യമാണ് വേണ്ടത്, അവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടത്താനുള്ള സൗകര്യം. ഇതാണ് ജെൻഡർ ഫ്രണ്ട്ലി ടോയ്ലറ്റ്സ്. പിന്നെ എന്താ പറയുക, എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയാണ് ഇപ്പോഴത്തെ ഗവൺമെന്റും അതുപോലെയുള്ള അഡ്മിനിസ്ട്രേഷനും. അപ്പൊ പിന്നെ ഇതൊക്കെ പറഞ്ഞ നമ്മൾ എത്രയോ നൂറ്റാണ്ട് മുമ്പ് പിന്തിരിപ്പന്മാരായി പോകും. വളരെ പിന്തിരിപ്പനായിട്ടൊരാശയം എന്ന് കേൾക്കുന്നവർക്കൊക്കെ തോന്നും. അപ്പൊ പിന്നെ എന്ത് പറയാനാണ് അല്ലേ. പക്ഷെ ഇതാണ് ഫ്രോയിഡിന്റെ മനഃശാസ്ത്രം പോലും ഇതാണ്, ആധുനിക മനഃശാസ്ത്രമാണ്. മനഃശാസ്ത്രത്തിന്റെ പിതാവാണ് സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറയുന്ന ആള്. അദ്ദേഹവും ഇത് അംഗീകരിക്കുന്നു. ലോക മനുഷ്യന്റെ മനസ്സ്, എല്ലാവരുടെ മനസ്സും ഇങ്ങനെയുള്ള എന്താ പറയുക, പ്രകൃതിയാൽ നിയന്ത്രിക്കപ്പെടുന്നതാണ് എന്ന് നിശ്ചയിച്ച് പറഞ്ഞിട്ടുണ്ട് ആധുനികമാരായിട്ടുള്ള ഈ ശാസ്ത്രജ്ഞന്മാര്, മനഃശാസ്ത്രജ്ഞന്മാര്. അപ്പൊ പിന്നെ എന്തു പറയാനാ അല്ലേ, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മാത്രാ സ്വസ്ര ദുഹിത്രാവ ന അവിവിക്താസനോ ഭവേത്. അതവിടെ ഇരിക്കട്ടെ, നമുക്ക് പഴഞ്ചന്മാർക്ക് പറയാനുള്ള ഒരു ഇതായിട്ട്. പണ്ടൊന്നും നമ്മുടെ മുത്തശ്ശിമാരൊന്നും അനുവദിച്ചിരുന്നില്ല. മുത്തശ്ശിമാര് ആൺകുട്ടികള് ഒരു ഇത്തിരി വളർന്നു കഴിഞ്ഞാൽ, പെൺകുട്ടികൾ ഇത്തിരി വളർന്നു കഴിഞ്ഞാൽ അകറ്റി ഇതായിട്ട് പെരുമാറിയിരുന്നുള്ളൂ, സമ്മതിച്ചിരുന്നുള്ളൂ അല്ലേ. പറഞ്ഞിട്ട് കാര്യമില്ല, ഇരിക്കട്ടെ. മാത്രാ സ്വസ്ര ദുഹിത്രാവ ന അവിവിക്താസനോ ഭവേത്. ബലവാൻ ഇന്ദ്രിയഗ്രാമോ വിദ്വാംസമപി കർഷതി. ഇതാണ് പരമാർത്ഥം. ബലവാൻ ഇന്ദ്രിയഗ്രാമ, ഈ ഇന്ദ്രിയ സമൂഹം ഉണ്ടല്ലോ, അത് വളരെ ബലമേറിയതാണ്. അത് വിദ്വാംസം അപി, എത്ര വിദ്വാനായിട്ടുള്ള ഒരാളാണെങ്കിലും പണ്ഡിതനായിട്ടുള്ള ഒരാളാണെങ്കിലും കർഷതി, ആകർഷിക്കുന്നു. അപ്പൊ ഇന്ദ്രിയ സമൂഹങ്ങൾ അവനെ ആകർഷിക്കുന്നു, പരസ്പരം അവരെ ആകർഷിക്കുന്നു. ആണും പെണ്ണും എന്നുള്ള പ്രകൃതിയിലുള്ള ആ ഒരു കാര്യങ്ങൾ തമ്മിൽ കാണുമ്പോൾ കാന്തം എങ്ങനെയാണോ വിപരീത ധ്രുവങ്ങൾ ആകർഷിക്കപ്പെടുന്നത്, അതുപോലെ തന്നെയാണ്. ഇത് പ്രകൃതി നിയമമാണ്. ഇത് നമ്മൾ അറിഞ്ഞുകൊണ്ട് വളരെ ജാഗ്രതയോടെ വിവേചനത്തോടെ പെരുമാറണം എന്നുള്ളതാണ് പറഞ്ഞതിന്റെ അർത്ഥം. സർവദാ വർജിക്കേണ്ട കാര്യങ്ങൾ വർജിക്കണം എന്ന് പറഞ്ഞു. ഇരിക്കട്ടെ.
ഉള്ളിൽ കിടക്കട്ടെ. പൂർണ്ണം വർഷസഹസ്രം മേ വിഷയാൻ സേവതോ അസകൃത് തഥാഭിജാനുസവനം തൃഷ്ണാ തേഷൂപജായതേ. പൂർണ്ണം വർഷസഹസ്രം മേ വിഷയാൻ സേവതോ അസകൃത് തഥാഭിജാനുസവനം തൃഷ്ണാ തേഷൂപജായതേ. പൂർണ്ണം വർഷസഹസ്രം, 1000 വർഷങ്ങൾ മുഴുവനായിട്ട് മേ വിഷയാൻ സേവതോ അസകൃത്, മയാ എന്നർത്ഥത്തിലാണ് മേ, മയാ അസകൃത് വിഷയാൻ സേവത, ഞാൻ എല്ലായ്പ്പോഴും, അസകൃത എന്ന് പറഞ്ഞാൽ സകൃതല്ല, സകൃത ഒരിക്കൽ, അസകൃത പലപ്പോഴും, എപ്പോഴും ഒക്കെ അർത്ഥം. അപ്പൊ ഞാൻ എപ്പോഴും വിഷയങ്ങളെ സേവിക്കുന്നവനായിരുന്നു. ഈ കഴിഞ്ഞ 1000 വർഷങ്ങളായിട്ട് ഞാൻ നിരന്തരം വിഷയങ്ങളിൽ മുഴുകി കഴിയുന്നവനായിരുന്നു. തഥാപി, എന്നിട്ടും, അനുസവനം, അനുസവനം സന്ധ്യകൾ തോറും എന്നാണ് സാധാരണ അർത്ഥം. ഇവിടെ എത്ര കാലം കഴിഞ്ഞിട്ടും, കാലാകാലങ്ങളിൽ എന്നൊക്കെ അർത്ഥത്തില് അനുസവനം, കാലം തോറും, ഓരോ ദിവസവും എന്നൊക്കെ അർത്ഥത്തില് അനുസവനം. തേഷു തൃഷ്ണ ഉപജായത, അതേ വിഷയങ്ങളിൽ തൃഷ്ണ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു, ഒരു മടുപ്പും ഉണ്ടാവുന്നില്ല, മതി എന്നെനിക്ക് തോന്നുന്നില്ല. 1000 വർഷമായി അനുഭവിക്കാൻ തുടങ്ങിയിട്ട്, പക്ഷെ വീണ്ടും വീണ്ടും എന്റെ മനസ്സ് അതിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. ഒരേ രീതിയിൽ തന്നെ എന്റെ ചിത്തവൃത്തികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഒരേ ചാലിലൂടെ ഒഴുകി ശീലിച്ചു, ആ ചാല് വിട്ടു മാറി പുറത്തേക്ക് കടക്കാൻ അത് സാധിക്കുന്നില്ല, പെട്ടുപോയിരിക്കുകയാണ്. നമുക്ക് എന്താ പറയുക, പതനം എന്നുള്ളത് എളുപ്പമാണ്, കരകയറുക എന്നുള്ളത് ഒരിക്കലും സാധ്യമല്ല, അല്ലെങ്കിൽ വളരെ ക്ലേശമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏത് ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വളരെ ക്ലേശമാണ്, അധാർമികം ചെയ്യാൻ ഒരു പ്രയാസവും ഇല്ല. അത് സംഭവിച്ചോളും, പിന്നെ അതിന്റെ പരമ്പരയായിട്ടത് തുടർന്നോളും എളുപ്പത്തിൽ. താഴേക്കുള്ള പതനമാണേ, അതിന് ഭൂഗുരുത്വാകർഷണം പോലെ ഒരു ആകർഷണ ശക്തി നമ്മളെ താഴേക്ക് പതിപ്പിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ ധർമ്മത്തിന് സ്ട്രെസ് ഉണ്ട്, കുറച്ച് സ്ട്രെയിൻ ഉണ്ട്, മുകളിലോട്ട് ഉള്ളതായിട്ടുള്ള ആ ഒരു ഭാരമുണ്ട് നമുക്ക്. ഇതാണ് ലോക സ്വഭാവം. അപ്പൊ ഇത് അറിഞ്ഞുകൊണ്ട് ജാഗ്രതയോടെ വർത്തിക്കണം എന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. പൂർണ്ണം വർഷസഹസ്രം മേ വിഷയാൻ സേവതോ സകൃത് തദാപിജാനുസവനം തൃഷ്ണാ തേഷു ഉപജായതേ. തസ്മാത് ഏതാം അഹം ത്യക്ത്വാ ബ്രഹ്മണ്യാധായ മാനസം നിർദ്വന്ദ്വോ നിരഹങ്കാരഃ ചരിഷ്യാമി മൃഗൈഃ സഹ. തസ്മാദേതാം അഹം ത്യക്ത്വാ ബ്രഹ്മണ്യാധായ മാനസം നിർദ്വന്ദ്വോ നിരഹങ്കാരഃ ചരിഷ്യാമി മൃഗൈഃ സഹ. തസ്മാത് ഏതാം അഹം ത്യക്ത്വാ ബ്രഹ്മണി ആദായ മാനസം. തസ്മാത്, അതുകൊണ്ട്, ഇത്രയും ഞാൻ ചിന്തിച്ച് ബോധ്യം വന്നു. അതാണ് ഞാൻ നിങ്ങളോട് ഉറക്കെ പറഞ്ഞത്. ഭാര്യയോട് ഗാഥയായി പാടിയല്ലോ, ആ ഭാര്യയോട് തന്നെ പറയാണ്, ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ വിവേചനം ചെയ്ത് ബുദ്ധിപൂർവം ബോധമുണ്ടായി എനിക്ക്. അതുകൊണ്ട് തസ്മാത് അഹം, ഞാൻ, ഏതാം തെക്വ, ഇവളെ ഉപേക്ഷിച്ചിട്ട്, അവള് കേൾക്കെ തന്നെ ലോകത്തോട് പറയണം, ഇവളെ ഞാൻ ഉപേക്ഷിച്ചിട്ട് മമ മാനസം ബ്രഹ്മണി ആദായ, എന്റെ മനസ്സിനെ ബ്രഹ്മത്തിൽ ഉറപ്പിച്ചിട്ട്, പ്രപഞ്ചത്തിന്റെ പരമകാരണമായ സത്യം പരം ധീമഹി എന്ന് ആ പരമസത്യത്തിൽ മനസ്സിനെ ഉറപ്പിച്ചിട്ട്, ദ്വന്ദ്വങ്ങളെ അവഗണിച്ചുകൊണ്ട്, ഈ ലോകത്തിന്റെ സ്വഭാവമാണ് ദ്വന്ദ്വങ്ങൾ, അതിൽ നമ്മൾ വിലപിക്കാതിരിക്കുക, വിഷമിക്കാതിരിക്കുക. ദ്വന്ദ്വങ്ങൾ അതിന്റെ പാട്ടിൽ വരട്ടെ പോകട്ടെ, സുഖം ദുഃഖം ശീതം ഉഷ്ണം, അല്ലെ, ഗ്രീഷ്മം വർഷം, ഇങ്ങനെ ഋതുക്കള് മാറി മാറി വരുന്നത് പോലെ എല്ലാം മാറി മാറി വരും. ലാഭം നഷ്ടം മാനം അപമാനം, ഇതെല്ലാം ദ്വന്ദ്വങ്ങളാണ്, എല്ലാം മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അതിനെ അവഗണിച്ചുകൊണ്ട്, അതാണ് നിർദ്വന്ദ്വ. നിരഹങ്കാര, അഹങ്കാരമില്ലാതെ, ദേഹത്തിലും
വസ്തുക്കളിലും അഭിമാനമില്ലാതെ, ഞാൻ ഈ ദേഹമാണ് ഞാനെന്നുള്ള ഭാവമില്ലാതെ, മറ്റ് വസ്തുക്കളിൽ മമത ഇല്ലാതെ, ചരിഷ്യാമി മൃഗൈ സഹ, അഹം മൃഗൈഹി സഹ ചരിഷ്യാമി, മൃഗങ്ങളോടുകൂടി സഞ്ചരിക്കും എന്ന് പറഞ്ഞാൽ കാട്ടിൽ പോയി കാട്ടിലെ മൃഗങ്ങൾ എങ്ങനെയാണോ സഞ്ചരിക്കുന്നത് അതുപോലെ ഞാൻ നിസ്സംഗനായി സഞ്ചരിക്കും. അഹങ്കാരരഹിതനായി മനസ്സിനെ ബ്രഹ്മത്തിൽ ഉറപ്പിച്ചുകൊണ്ട് മൃഗങ്ങളെ പോലെ കഴിയും. അവിടെ മൃഗങ്ങളെ പോലെ കഴിയുമെന്ന് പറഞ്ഞതിൽ മൃഗങ്ങളുടെ മൃഗീയ സ്വഭാവം ഉണ്ടാവുന്നല്ല, അവരെ പോലെ സ്വച്ഛന്തം സഞ്ചരിക്കും എന്നർത്ഥം. അവർക്കൊന്നിലും സംഘമില്ല. മൃഗങ്ങൾക്ക് സംഘമില്ലാതെ സഞ്ചരിക്കും പോലെ ഞാനും സഞ്ചരിക്കും. ദൃഷ്ടം ശ്രുതം അസദ്ബുദ്ധ്വാ നാനുധ്യായേത് ന സംവിശേത് സംസൃതിം ചാത്മനാശം ച തത്ര വിദ്വാൻ സ ആത്മദൃക്. ദൃഷ്ടം ശ്രുതം അസദ്ബുദ്ധ്വാ നാനുധ്യായേത് ന സംവിശേത് സംസൃതിം ച ആത്മനാശം ച തത്ര വിദ്വാൻ സ ആത്മദൃക്. ദൃഷ്ടം ശ്രുതം അസത് ബുദ്ധ്വാ, ദൃഷ്ടം കാണപ്പെട്ടത്, ശ്രുതം കേൾക്കപ്പെട്ടത്, ഇതെല്ലാം അസത് ഇതി ബുദ്ധ്വാ, ഇതൊന്നും സത്യമല്ല, ഇതൊന്നും ശാശ്വതമല്ല, ഇതൊന്നും വിശ്വസിക്കത്തക്കതല്ല, ആശ്രയിക്കത്തക്കതല്ല എന്ന് ബുദ്ധ്വ എന്നറിഞ്ഞിട്ട്, സത്തല്ലെന്ന് ഉറപ്പിച്ചിട്ട്, അസത് ബുദ്ധ്വ ന സത്ത് ഇതി ബുദ്ധ്വ, ഇതിൽ സത്യത്വമില്ല എന്നറിഞ്ഞുകൊണ്ട് അതിനെ ന അനുധ്യായേത്, അതിനെ തന്നെ അനുധ്യാനം ചെയ്യരുത്. ഈ ലോകവിഷയങ്ങളെ തന്നെ അനുധ്യാനം ചെയ്യരുത്. കാരണം ധ്യാനം ചെയ്താൽ എന്താ? ധ്യായതോ വിഷയാൻ പുംസഃ സംഗസ്തേഷു ഉപജായതേ സംഗാത് സഞ്ജായതേ കാമഃ കാമാത് ക്രോധോ വിജായതേ ക്രോധാത് ഭവതി സമ്മോഹഃ സമ്മോഹാത് സ്മൃതിവിഭ്രമഃ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശഃ ബുദ്ധിനാശാത് പ്രണശ്യതി. ഇതാണ് അനുധ്യാനം കൊണ്ട് വന്നു ചേരുന്നത്. അപ്പൊ വിഷയങ്ങളെ അത് സത്യമല്ല എന്ന് ചിന്തിച്ച് അതിന്റെ അനിത്യത്വത്തെ, അതിന്റെ നിസ്സാരതയെ ബോധ്യപ്പെട്ടുകൊണ്ട് അതിനെ ധ്യാനിക്കാതിരിക്കുക, അതിന് വില കൽപ്പിക്കാതിരിക്കുക. അതിന് വില കൽപ്പിക്കുമ്പോഴാണ് ധ്യാനം വരുന്നത്. അത് സുഖം തരുന്നതാണ് എന്ന് ചിന്തിക്കുമ്പോഴാണ് അതിനെ ധ്യാനിക്കുന്നത്. അപ്പൊ ഈ ലോകത്തിൽ നമുക്ക് സുഖം തരാൻ കഴിവുള്ളതായിട്ട് ഒരു വസ്തുവുമില്ല എന്ന് ഉറപ്പിക്കണം. അതിനെ ധ്യാനിക്കാതിരിക്കണം. ന അനുധ്യായേത് ന സംവിശേത്. ന സംവിശേത് എന്ന് അതിനുവേണ്ടി അതിലേക്ക് പ്രവേശിക്കരുത്. ഏതെങ്കിലും വിഷയങ്ങളെ സമ്പാദിക്കാനായിട്ട് പ്രവേശിക്കരുത്. അത് അനുഭവിക്കാനായിട്ട് മെനക്കെടരുത്. ബോധപൂർവം അതിൽ നിന്ന് പിൻവലിയണം എന്നർത്ഥം. ന സംവിശേത്. പിന്നെയോ തത്ര സംസൃതിം ച ആത്മനാശം ച വിദ്വാൻ സഹ ആത്മദൃക്. തത്ര തത്ര എന്ന് പറഞ്ഞാൽ ആ വിഷയങ്ങളിൽ, ഈ ലോക വിഷയങ്ങളിൽ, തത്ര സംസൃതിം ച ആത്മനാശം ച വിദ്വാൻ, ഇതിൽ സംസാരത്തെയും ആത്മനാശത്തെയും അറിയുന്നവൻ. ഇതിന്റെ പുറകെ പോയാൽ ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരും. ഇത് സംസൃതിയാണ്, നമ്മളെ വീണ്ടും 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 ഈ ചക്രത്തിൽ കുരുക്കിയിടും. അതുകൊണ്ടത് ആവർത്തിക്കേണ്ടി വരും. ഏതൊരു വിഷയത്തിന്റെ പുറകെ നമ്മൾ പോയാലും അത് അവസാനമാകാൻ പോകുന്നില്ല, അതൊരു തുടക്കം മാത്രമാണ്. അതിന്റെ പുറകെ പിന്നെ അനുബന്ധമായിട്ട് വീണ്ടും 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 അതേപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രയത്നിച്ചുകൊണ്ടേയിരിക്കും. ആ ട്രാപ്പിൽ പെട്ടുപോകും. അതുകൊണ്ടത് സംസാരമാണ്, ആവർത്തന സ്വഭാവമുള്ളതാണ്. ആത്മനാശം, ഇത് തന്റെ നാശത്തിന് കാരണമാണ്, ഇത് തന്നെ നശിപ്പിക്കും, തനിക്ക് ദുഃഖ കാരണമാണെന്ന് അറിഞ്ഞ് വിദ്വാൻ, ഒരു വിവേകിയായിട്ടുള്ള ഒരാള്, അറിവുള്ള ഒരാള്, സഹ ആത്മദൃക്, ആരാണോ ഇങ്ങനെ അറിയുന്നത്, സഹ ആത്മദൃക്, അവൻ ആത്മാവിനെ അറിയുന്നവനാകുന്നു. അവന് ആത്മാവിനെ അറിയാനുള്ള സാമർഥ്യമുണ്ടാകുന്നു, യോഗ്യനായിത്തീരുന്നു. അപ്പൊ വിഷയങ്ങളിൽ വിരക്തി വന്ന ഒരാൾക്ക് മാത്രമേ ആത്മാവിനെ അറിയാൻ കഴിയുള്ളൂ. കക്ഷത്തിലുള്ളതിനെ വിട്ടാൽ മാത്രമേ ഉത്തരത്തിലുള്ളതിനെ എടുക്കാൻ പറ്റുള്ളൂ. ഭൂമിയിൽ നിന്ന് പൊങ്ങിയാൽ മാത്രമേ ആകാശത്തിൽ പറന്നുയരാൻ കഴിയുകയുള്ളൂ.
അതുപോലെയാണ് ഇവിടെ ഈ അനിത്യമായിട്ടുള്ള വസ്തുക്കളിലുള്ള സത്യത്വ ബുദ്ധിയെ വെടിഞ്ഞ് അതിന്റെ പുറകെ പോകാതിരുന്നാൽ മാത്രമേ നിത്യമായിട്ടുള്ള ശാശ്വതമായ ആ അനന്തമായ ആനന്ദം എന്ന ആ ബ്രഹ്മസ്വരൂപത്തെ അറിയാൻ കഴിയുള്ളൂ, സാക്ഷാത്കരിക്കാൻ കഴിയുള്ളൂ. രണ്ടും രണ്ട് തലമാണ്. ഒന്ന് ഇരുട്ട്, ഒന്ന് വെളിച്ചം. ഇരുട്ടിലിരുന്നു കൊണ്ട് വെളിച്ചം അനുഭവിക്കണം എന്ന് പറഞ്ഞാൽ നടക്കില്ല. വിപരീത സ്വഭാവമാണ് അല്ലേ? അച്ഛന്റെ മടിയിൽ ഇരിക്കുകയും വേണം, അമ്മയുടെ പാല് കുടിക്കുകയും വേണം എന്ന് പറഞ്ഞാൽ നടപ്പില്ല എന്ന് പറയുന്ന പോലെയാണ് ഇതെല്ലാം. ഇതെല്ലാം വിരുദ്ധ ധർമ്മങ്ങളോട് കൂടിയതാണ്. അത് വേർതിരിച്ചറിഞ്ഞാൽ മാത്രമേ ഏത് വേണമെന്ന് ഡിസൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഏതെങ്കിലും ഒന്നേ പറ്റുള്ളൂ. അത് ഏതാണ് നല്ലത് എന്ന് വിവേചിച്ചുറപ്പിച്ച് അതിലേക്ക് വേണ്ടിയാണ് പ്രയത്നം ചെയ്യേണ്ടത്. പുരുഷാർത്ഥ നിശ്ചയം എന്ന് പറയും. എന്താണ് എൻ്റെ പുരുഷാർത്ഥം? ആത്യന്തികമായി ഞാൻ എന്താണ് ആഗ്രഹിക്കുന്നത് അത് ഡിസൈഡ് ചെയ്യണം. അത് വേണ്ട പോലെ വിചാരം ചെയ്ത് ഉറപ്പിക്കണം. എന്നിട്ട് അതിനു വേണ്ടി പ്രയത്നിക്കണം. അപ്പോ ദൃഷ്ടം ശ്രുതം അസദ്ബുദ്ധ്വാ ന അനുധ്യായേ ന സംവിശേത് സംസൃതിം ച ആത്മനാശം ച തത്ര വിദ്വാൻ സ ആത്മദൃക്ക്. ആത്മദൃക്കാവണമെങ്കിൽ ഈ പറഞ്ഞതൊക്കെ കണ്ടീഷൻസ് ഒക്കെ പാലിക്കണം. ഇത്യുക്ത്വാ നാഹുഷോ ജായാം തദീയം പൂരവേ വയഃ ദത്വാ സ്വാം ജരസം തസ്മാത് ആദദേ വിഗതസ്പൃഹഃ. ഇത്യുക്ത്വാ നാഹുഷോ ജായാം തദീയം പൂരവേ വയഃ ദത്വാ സ്വാം ജരസം തസ്മാദാദദേ വിഗതസ്പൃഹഃ. ഇത്യുക്ത്വാ ഇങ്ങനെ പറഞ്ഞിട്ട് നാഹുഷഃ ആ നഹുഷപുത്രൻ യയാതി എന്നർത്ഥം. അപ്പോ നഹുഷപുത്രനായ യയാതി ഇങ്ങനെ പറഞ്ഞിട്ട് തന്റെ ഭാര്യയോടും കേൾക്കുന്നവരായ മക്കളോ നാട്ടുകാരോ പ്രജകളോ ആരൊക്കെയുണ്ടോ എല്ലാവരോടും പറഞ്ഞിട്ട് ഇത്യുക്ത്വാ നാഹുഷഃ വിഗതസ്പൃഹഃ എന്ന അവസാനം പറയേണ്ട അദ്ദേഹത്തെ. വിഗതസ്പൃഹഃ അദ്ദേഹത്തിന്റെ സ്പൃഹയെല്ലാം വിഗതമായി എന്ന് പറഞ്ഞാൽ എല്ലാ കൊതികളും പോയി, എല്ലാ ആഗ്രഹങ്ങളും പോയി. ആഗ്രഹങ്ങൾ നശിച്ചവനായി വൈരാഗിയായി തീർന്നു. അങ്ങനെയുള്ള അദ്ദേഹം നാഹുഷൻ എന്ത് ചെയ്തു? ഇവിടെ ജായാം എന്നുള്ളത് ജായാം ഇതി ഉക്ത്വ എന്നാണ്. തന്റെ ഭാര്യയോട് ഇപ്രകാരം പറഞ്ഞിട്ട് പൂരവേ തദീയം വയഃ ദത്വ. പൂരവേ പൂരുവിനായിക്കൊണ്ട്, തന്റെ ഇളയ പുത്രനായ അഞ്ചാമത്തെ പുത്രനായ പൂരുവിനായിക്കൊണ്ട് തദീയം വയഃ ദത്വ അവന്റെ വയസ്സിനെ കൊടുത്തിട്ട് എന്ന് വെച്ചാൽ അവന്റെ യൗവനത്തെ തിരികെ ഏൽപ്പിച്ചിട്ട് സ്വാം ജരസം തസ്മാദാദദേ. സ്വാം ജരസം തന്റെ ജരാനരകളെ, ജരസിനെ തസ്മാത് അവനിൽ നിന്ന് ആദദേ സ്വീകരിച്ചു. അപ്പൊ എക്സ്ചേഞ്ച് നടത്തി. മുമ്പ് എക്സ്ചേഞ്ച് ചെയ്തിരുന്നു, ഇപ്പൊ അതിനെ വീണ്ടും എക്സ്ചേഞ്ച് ചെയ്തു എന്ന് പറയാം. അപ്പൊ പ്രോപ്പറായി. അങ്ങനെ പൂരുവിന്റെ യൗവനത്തെ പൂരുവിന് കൊടുത്ത് തന്റെ ജരസിനെ താൻ തന്നെ ഏറ്റുവാങ്ങി വിഗതസ്പൃഹനായി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ടോ ദിശി ദക്ഷിണപൂർവസ്യാം ദ്രുഹ്യും ദക്ഷിണതോ യതും പ്രതീച്യാം തുർവസും ചക്രേ ഉദീച്യാം അനും ഈശ്വരം ഭൂമണ്ഡലസ്യ സർവസ്യ പൂരും അർഹത്തമം വിശാം അഭിഷിച്യ അഗ്രജാൻ തസ്യ വശേ സ്ഥാപ്യ വനം യയൗ. ദിശി ദക്ഷിണപൂർവസ്യാം ദ്രുഹ്യും ദക്ഷിണതോ യതും പ്രതീച്യാം തുർവസും ചക്രേ ഉദീച്യാം അനും ഈശ്വരം ഭൂമണ്ഡലസ്യ സർവസ്യ പൂരും അർഹത്തമം വിശാം അഭിഷിച്യ അഗ്രജാൻ തസ്യ വശേ സ്ഥാപ്യ വനം യയൗ. അപ്പോ ദിശി ദക്ഷിണപൂർവസ്യാം ദ്രുഹ്യും. ദക്ഷിണപൂർവസ്യാം എന്ന് പറഞ്ഞാൽ ദക്ഷിണം തെക്ക്, പൂർവം കിഴക്ക്. അപ്പൊ തെക്ക് കിഴക്കേ ഭാഗം. ആ ദിക്കില് ദിശി ദ്രുഹ്യും. ദ്രുഹ്യു എന്ന് പറഞ്ഞ മകനെ സാമന്ത രാജാവാക്കി, ആ പ്രാദേശിക രാജാവാക്കി മാറ്റി. ദക്ഷിണതഃ
അല്ല പൂരും ദ്രുഹ്യും ദക്ഷിണതോ യദും, ദക്ഷിണതഃ യദും, ദക്ഷിണ ദിക്കിന്റെ അധിപനായിട്ട് യദുവിനെ നിശ്ചയിച്ചു. അപ്പൊ തെക്ക് കിഴക്ക് ദ്രുഹ്യുവിനും തെക്ക് യദുവിനായിക്കൊണ്ടും ഏൽപ്പിച്ചു. പിന്നെ പ്രതീച്യാം തുർവസും ചക്രേ, പ്രതീചി പടിഞ്ഞാറാണ്, പടിഞ്ഞാറ് ദിക്കില് തുർവസുവിനെ മറ്റൊരു പുത്രനെ അധിപതിയാക്കി മാറ്റി. പിന്നീട് ഉദീച്യാം അനും ഈശ്വരം ചക്രേ, ഉദീചി വടക്ക്. അപ്പൊ വടക്ക് ദിക്കിന്റെ സാമന്തനായിക്കൊണ്ട് അനു എന്ന് പറഞ്ഞ മകനെ ഈശ്വരം ചക്ര, ഈശ്വരനാക്കി ചെയ്തു എന്നർത്ഥം. ഈശ്വരം എന്ന് പറഞ്ഞാൽ രാജാനം എന്നർത്ഥം. രാജാവാക്കിക്കൊണ്ട് ചെയ്തു. എന്നിട്ടോ ഇവർക്കൊക്കെ മുകളിലായിട്ടാണ്, അതാണ് ഭൂമണ്ഡലസ്യ സർവസ്യ പൂരും അർഹത്തമാം വിഷം അഭിഷിച്യ അഗ്രജാൻ തസ്യ വശേ സ്ഥാപ്യ വനം യയൗ. ഇപ്പൊ സർവസ്യ ഭൂമണ്ഡലസ്യ, മുഴുവൻ ഭൂമിയുടെയും അധിപനായിട്ട് വിശാം അർഹത്തമം പൂരും, വിശാം എന്ന് പറഞ്ഞാൽ രാജാക്കന്മാരിൽ വെച്ച് അല്ലെങ്കിൽ മനുഷ്യന്മാരിൽ വെച്ച് എന്നൊക്കെ അർത്ഥം. ആ മനുഷ്യന്മാരിൽ വെച്ച് അർഹത്തമനായ എല്ലാവരിലും വെച്ച് പൂജ്യനായിരിക്കുന്ന അർഹനായിരിക്കുന്ന ആ പൂരും, ഒടുവിലത്തെ പുത്രനായ പൂരുവിനെ, ധർമ്മിഷ്ഠനായ പൂരുവിനെ സർവഭൂമണ്ഡലത്തിന്റെയും അധിപനാക്കിയിട്ട് അഭിഷേകം ചെയ്തു. എല്ലാവരുടെയും ഈ 4 പേരുടെയും മുകളിലായിട്ടാണ് പൂരുവിന് സ്ഥാനം കൽപ്പിച്ച് സർവഭൂമണ്ഡലത്തിന്റെയും അധിപതിയാക്കി അഭിഷേകം ചെയ്ത് അഗ്രജാൻ തസ്യ വശേ സ്ഥാപ്യ, അഗ്രജന്മാര് ജ്യേഷ്ഠന്മാര്, അപ്പൊ ജ്യേഷ്ഠന്മാരായിട്ടുള്ള യദു, തുർവസു, ദ്രുഹ്യു, അനു, ഈ 4 പേരെയും തസ്യ വശേ സ്ഥാപ്യ എന്ന് പറഞ്ഞാലോ അവന്റെ അധീനതയിൽ സ്ഥാപിച്ചിട്ട്, നിങ്ങൾ 4 പേരും പൂരുവിന്റെ കീഴിലാണ്, പൂരു പറയുന്നത് അനുസരിക്കണം, പൂരുവാണ് നിങ്ങളുടെയൊക്കെ മഹാരാജാവ്, നിങ്ങളൊക്കെ ചെറിയ രാജാക്കന്മാർ, സാമന്ത രാജാക്കന്മാർ, അതാത് ദിക്കുകളുടെ അധിപന്മാർ എന്ന് അവരെ ഉറപ്പിച്ചിട്ട് വ്യവസ്ഥ ചെയ്തിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? യയാതി വനം യയൗ, കാട്ടിലേക്ക് പോയി. അദ്ദേഹം തന്റെ കർത്തവ്യങ്ങളെല്ലാം കഴിച്ച് ഉത്തരവാദിത്വങ്ങൾ മക്കളെ ഏൽപ്പിച്ച് അദ്ദേഹം വനത്തിലേക്ക് പോയി. എന്നിട്ടോ ആസേവിതം വർഷപൂഗാൻ ഷഡ്വർഗം വിഷയേഷു സഹ ക്ഷണേന മുമുചേ നീടം ജാതപക്ഷൈവ ദ്വിജഃ. ആസേവിതം വർഷപൂഗാൻ ഷഡ്വർഗം വിഷയേഷു സഹ ക്ഷണേന മുമുചേ നീടം ജാതപക്ഷൈവ ദ്വിജഃ. വിഷയേഷു വർഷപൂഗാൻ ആസേവിതം ഷഡ്വർഗം മുമുചേ എന്നാണ്. ക്ഷണേന മുമുചേ. ഷഡ്വർഗം എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ 6 വർഗങ്ങൾ, 6ന്റെ വർഗം, 6ന്റെ ഗ്രൂപ്പ്, 5 ഇന്ദ്രിയങ്ങളും മനസ്സും. അപ്പൊ 5 ഇന്ദ്രിയങ്ങളും മനസ്സുമാകുന്ന ഷഡ്വർഗത്തെ അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച വിഷയസുഖങ്ങളെ, ശബ്ദസ്പർശ രൂപരസ ഗന്ധങ്ങളുടെ രൂപത്തിലുള്ള ആ ഇന്ദ്രിയ സുഖത്തെ എന്നും അർത്ഥം. ഷഡ്വർഗങ്ങളെ അത് എത്ര കാലം താൻ സേവിച്ചു? വർഷപൂഗാനാസേവിതം. വർഷപൂഗാൻ വർഷങ്ങളുടെ സമൂഹങ്ങൾ, അനേക വർഷങ്ങൾ എന്നർത്ഥം. ആ സേവിതം, ആ സമന്താ സേവിതം, നന്നായി സേവിച്ചത്. എല്ലാ വിഷയങ്ങളും മതിയാവോളം നല്ലോണം സേവിച്ചിട്ടുണ്ട്, കണക്കില്ലാതെ സേവിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള വിഷയങ്ങളെ എല്ലാം അനേക വർഷങ്ങൾ സേവിച്ച് അതിനെ ഷഡ്വർഗം മുമുചെ, ക്ഷണേന മുമുചെ, ഷഡ്വർഗത്തെ 6 ഇന്ദ്രിയങ്ങളെയും ഇന്ദ്രിയങ്ങളോടുള്ള തന്റെ അധീനതയെയും അതുപോലെ ആ വിഷയങ്ങളെയും പെട്ടെന്ന് തന്നെ അദ്ദേഹം മോചിപ്പിച്ചു, എന്നുവെച്ചാൽ ഉപേക്ഷിച്ചു, എല്ലാറ്റിൽ നിന്നും മുക്തനായി തീർന്നു. ഏതുപോലെ എന്ന് പറഞ്ഞതാണ്. നീടം ജാതപക്ഷ ഇവ ദ്വിജഃ. ജാതപക്ഷ ദ്വിജഃ നീടം ഇവ. നീടം എന്ന് പറഞ്ഞാല് പക്ഷിക്കൂടിനാണ്, നെസ്റ്റ്, അതാണ് നീടം. ജാതപക്ഷ ദ്വിജഃ എന്ന് പറഞ്ഞാലോ ചിറക് മുളച്ച പക്ഷി. ദ്വിജ ശബ്ദം കൊണ്ട് 2 പ്രാവശ്യം ജനിക്കുന്നതും, മുട്ടയായി ജനിച്ചു, മുട്ടയിൽ നിന്ന് ജനിച്ചു, അങ്ങനെ 2 ജന്മമുള്ളത് കൊണ്ട് ദ്വിജം. അപ്പൊ ഒരു പക്ഷിക്കുഞ്ഞ് അതിന് ചിറക് മുളച്ചാൽ, ജാതപക്ഷനായി കഴിഞ്ഞാൽ അതിന്റെ കൂടുപേക്ഷിച്ച് അനന്തവിഹായസിലേക്ക് പറന്നുയരുന്നത് പോലെ ഈ ദ്വിജൻ, ഇവിടെ ദ്വിജനാണ് ആര്?
യയാതി. എന്താ ദ്വിജത്വം? വിവേകവൈരാഗ്യങ്ങളാകുന്ന രണ്ട് ചിറകുകൾ മുളച്ചവൻ എന്നുള്ള അർത്ഥത്തിൽ പക്ഷിയോട് ഉപമിക്കാം. മറ്റൊരർത്ഥത്തില് അമ്മയുടെ ഗർഭത്തിൽ നിന്ന് വന്നു, ഒന്നാമത്തെ ജന്മം. ഇപ്പൊ തന്റെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് കിടക്കുകയാണ്. തന്റെ ശരീരമാകുന്ന ഈ മുട്ടത്തോട് പൊട്ടിച്ച് താൻ ഇതല്ല, ഇതിൽ നിന്നെല്ലാം അതീതമായിരിക്കുന്ന ആത്മസ്വരൂപനാണ് എന്നുള്ള ആ തലത്തിലേക്കുള്ള ഉയർന്നു പറക്കലാണ് ദ്വിജത്വം. ഒരാൾ ദ്വിജനാവുന്നു എന്ന് പറഞ്ഞാല് അവന് ചിറക് മുളയ്ക്കുന്നു. അവന്റെ രണ്ടാം ജന്മം എന്ന് പറഞ്ഞാല് അവന്റെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കുന്നു. ശരീരാഭിമാനം വെടിഞ്ഞ് ഇതല്ല ഞാൻ, ഇത് ഞാൻ ഉപയോഗിച്ചിരുന്ന ഒരു വസ്ത്രം, അല്ലെങ്കിൽ ഒരു ടൂള്, അല്ലെങ്കിൽ ഒരു ഗൃഹം, അല്ലെങ്കിൽ ഒരു വാഹനം എന്നുള്ള ആ ഒരു ഭാവം, ഇതിനോട് മമതയില്ലാതെ. അതാണ് പക്ഷി കൂടുപേക്ഷിക്കും പോലെ. ജാതപക്ഷ ദ്വിജ ഇവ, അത് നീളത്തെ ഉപേക്ഷിച്ച് പറന്നു പോകുന്നത് പോലെ ഇദ്ദേഹം ഇന്ദ്രിയ വിഷയങ്ങളെയെല്ലാം വെടിഞ്ഞ് രാജ്യം ഉപേക്ഷിച്ച് കാട്ടിലേക്ക് പോയി. എന്നിട്ടോ സതത്ര നിർമുക്ത സമസ്ത സംഗ ആത്മാനുഭൂത്യാ വിദുതത്രിലിംഗ പരേ അമലേ ബ്രഹ്മണി വാസുദേവേ ലേഭേ ഗതിം ഭാഗവതീം പ്രതീതഃ. സതത്ര നിർമുക്ത സമസ്ത സംഗഃ ആത്മാനുഭൂത്യാ വിദുതത്രിലിംഗ പരേ അമലേ ബ്രഹ്മണി വാസുദേവേ ലേഭേ ഗതിം ഭാഗവതീം പ്രതീതഃ. ആ യയാതി ഏത് ഗതിയെ പ്രാപിച്ചു? ഭാഗവതീം ഗതിം. ഭാഗവതീം ഗതി എന്ന് പറഞ്ഞാൽ ഭാഗവതന്മാർ പ്രാപിക്കുന്ന ഗതി, ഭഗവാനെ പ്രാപിച്ചു എന്നർത്ഥമാണ്. ഭഗവത് ഭക്തി കൊണ്ട് ലഭിക്കുന്നതായിട്ടുള്ള ഗതിയെ ലഭിച്ചു. എവിടെയാണ് ഗതി ലഭിച്ചത്? വാസുദേവേ അമലേ പരേ ബ്രഹ്മണി. വാസുദേവൻ സർവാത്മാവായിരിക്കുന്ന ആ അമലേ, പരിശുദ്ധനായിരിക്കുന്ന നിർമ്മലനായിരിക്കുന്ന പരേ ബ്രഹ്മണി, ആ പരബ്രഹ്മസ്വരൂപനായ ഭഗവാനിൽ ഭക്തി കൊണ്ട് പ്രാപിക്കുന്ന, ഭക്തന്മാർ പ്രാപിക്കുന്ന ഗതിയെ, ഭാഗവതീം ഗതിം ലഭിച്ചു. അപ്പൊ എങ്ങനെയൊക്കെയാണ്? ആത്മാനുഭൂത്യ വിദുത ത്രിലിംഗ. ആത്മാനുഭൂതി, നിരന്തരമായ ആത്മധ്യാനം കൊണ്ട്, ആത്മബോധത്തില് ഉറച്ചിരുന്നുകൊണ്ട് താൻ ആത്മാവാണ്, താൻ ദേഹമല്ല. മനോബുദ്ധി അഹങ്കാര ചിത്താനി നാഹം നച ശ്രോത്രജിഹ്വേ നച ഘ്രാണനേത്രേ നച വ്യോമഭൂമിർന്ന തേജോ നവായു ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം എന്ന് നിരന്തരമായ ഭാവന കൊണ്ട് ആ ശിവസ്വരൂപനായി, ചൈതന്യസ്വരൂപനായി, ആത്മസ്വരൂപനായി ആ അനുഭൂതി കൊണ്ട് വിദുത ത്രിലിംഗ, ത്രിലിംഗങ്ങളെ വിദുതമാക്കി. വിദുതം വിശേഷേണ ദുതം, നശിപ്പിച്ചത്, തള്ളിക്കളഞ്ഞത് ഒക്കെ അർത്ഥം. എന്താണ് ത്രിലിംഗങ്ങൾ? ത്രിലിംഗങ്ങൾ എന്ന് പറഞ്ഞാല് 3 കരണങ്ങൾ, ഇവിടെ 3 ശരീരങ്ങൾ എന്നെടുക്കാം. സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരത്തിലുള്ള അഭിമാനങ്ങളെ, അല്ലെങ്കിൽ ത്രിലിംഗ എന്ന് പറഞ്ഞാൽ 3 കൊണ്ട് നിർമ്മിച്ച ശരീരത്തെ. 3 എന്ന് പറഞ്ഞാൽ സത്വം, രജസ്, തമസ് എന്നുള്ള ത്രിഗുണ നിർമ്മിതമായ തന്റെ സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങളെ വേണമെങ്കിൽ പറയാം. അപ്പൊ ത്രിഗുണ കാര്യങ്ങളെ തള്ളിക്കളഞ്ഞ്, ത്രിഗുണങ്ങളിലുള്ളതായിട്ടുള്ള മമതയെ തള്ളിക്കളഞ്ഞ്, നിർമുക്ത സമസ്ത സംഘ, സമസ്ത സംഘങ്ങളെയും എല്ലാറ്റിനോടുള്ള തന്റെ ദേഹത്തിനോടടക്കമുള്ളതായിട്ടുള്ള സംഘത്തെ നിർമുക്ത, നല്ലതുപോലെ മോചിപ്പിച്ചവനായിട്ട്, പ്രതീത, പ്രതീത വളരെ എന്താ പറയുക, പ്രശസ്തനായിരിക്കുന്ന, പ്രഖ്യാതനായിരിക്കുന്ന, എല്ലായിടത്തും പേരുകേട്ടവനായ ആ യയാതി രാജാവ് സഹ വാസുദേവേ അമലേ പരേ ബ്രഹ്മണി, വാസുദേവനായ അമലനായ പരബ്രഹ്മത്തിൽ ഭാഗവതീം ഗതിം ലേഭേ, ആ ഭഗവത് ഭക്തി കൊണ്ട് ഭാഗവതന്മാർ പ്രാപിക്കുന്ന ഗതിയെ പ്രാപിച്ചു. അങ്ങനെ മുക്തനായി തീർന്നു, ഭഗവത് സ്വരൂപവുമായി ഒന്നായി തീർന്നു എന്ന് താല്പര്യം. അപ്പോ യയാതിയുടെ ആ ഒരു
വിവേകം കൊണ്ട് വൈരാഗ്യം കൊണ്ട് അദ്ദേഹം മുക്തനായി തീർന്ന കഥയാണ് പറഞ്ഞത്. ഇനി ദേവയാനിക്ക് എന്ത് സംഭവിച്ചു? ശ്രുത്വാ ഗാഥാം ദേവയാനി മേനെ പ്രസ്തോഭമാത്മനഃ സ്ത്രീ പുംസോഃ സ്നേഹവൈക്ലവ്യാത് പരിഹാസം ഇവേരിതം. ശ്രുത്വാ ഗാഥാം ദേവയാനി മേനെ പ്രസ്തോഭമാത്മനഃ സ്ത്രീ പുംസോ സ്നേഹവൈക്ലവ്യാത് പരിഹാസം ഇവേരിതം. ശ്രുത്വാ ഗാഥാം ദേവയാനി. ദേവയാനി ഗാഥാം ശ്രുത്വ. ദേവയാനിയോട് യയാതി ഉപദേശിച്ചതായിട്ടുള്ള ഈ ഗാഥയെ കേട്ടിട്ട്, ഈ ഉപദേശങ്ങളെ കഥയെ ഒക്കെ കേട്ടിട്ട് ദേവയാനി എന്ത് ചെയ്തു? മേനെ പ്രസ്തോഭം ആത്മനഃ. ആത്മനഃ പ്രസ്തോഭം മേനെ. ഇത് തനിക്ക് വേണ്ടി, തന്നെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പറയപ്പെട്ടതാണെന്ന് കരുതി, മനസ്സിലാക്കി എന്ന് താല്പര്യം. അത് തന്നെയാണ് ഉദ്ദേശിച്ചത്, അല്ലേ? ദേവയാനിക്കും വിവേകമുണ്ടാകണം എന്ന് കരുതി ദേവയാനിയെ പ്രചോദിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണെന്ന് അവൾ മനസ്സിലാക്കി. ആത്മനഃ പ്രസ്തോഭം മേനെ. പ്രസ്തോഭം എന്ന് പറഞ്ഞാൽ തന്നെ പ്രോത്സാഹിപ്പിക്കാനായിക്കൊണ്ട്, പ്രചോദിപ്പിക്കാനായിക്കൊണ്ട് പറഞ്ഞത് എന്ന് മനസ്സിലാക്കി. എന്താണ് ഇവിടുത്തെ വിഷയം? സ്ത്രീ പുംസോഹോ സ്നേഹവൈക്ലവ്യാത് പരിഹാസം ഇവ ഈരിതം. എന്താണ് പറഞ്ഞത്? ഗാഥ. ആ ഗാഥയെ വിശേഷിപ്പിക്കുന്നതാണ് ഇവിടെ. സ്ത്രീ പുംസോഹോ സ്നേഹവൈക്ലവ്യാത്. സ്ത്രീ പുരുഷന്മാർ തമ്മിൽ ഉണ്ടാകുന്ന സ്നേഹനിമിത്തമുള്ള വൈക്ലഭ്യം. വൈക്ലഭ്യം എന്ന് പറഞ്ഞാൽ പാരവശ്യം, വിടാൻ പറ്റാത്ത ഒരു അവശത, പരസ്പരം വിട്ട് പിരിയാൻ പറ്റാത്തതായിട്ടുള്ള ഒരു ദീനഭാവം, അതാണ് വൈക്ലഭ്യം. അപ്പൊ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ സ്നേഹമുണ്ടായാൽ പിന്നെ ഈ വൈക്ലഭ്യം വന്നു ചേരും, അവശത വന്നു ചേരും, പിരിയാൻ പ്രയാസമേറും. അതിനെക്കുറിച്ചാണ് പരിഹാസം ഇവ ഈരിതം. അതിനെ പരിഹസിക്കുന്ന രീതിയിൽ പറയപ്പെട്ടതാണ് ഈ ഗാഥ. അതിനെയാണ് ആട്ടിന്റെ കഥയായിട്ട് പറഞ്ഞ് അതിലൂടെ തന്നെ ചിന്തിപ്പിക്കാൻ. മനുഷ്യന്മാരുടെ കഥയായിട്ട് പറഞ്ഞാൽ ചിലപ്പോൾ ഇത്രയും ഒരു വിമർശന ബുദ്ധിയാ ചിന്തിക്കില്ല. അപ്പോൾ ശരിക്കും പരിഹസിക്കാനായിക്കൊണ്ട് ആടിന്റെ കഥയായിട്ട് പറഞ്ഞു. ഒരു മുട്ടനാടിന്റെയും പെണ്ണാടിന്റെയും കഥയായിട്ട് പറഞ്ഞപ്പോൾ അതിൽ പരിഹാസം തോന്നി, തമാശ തോന്നി. പക്ഷെ അവസാനത്തെ ചില ഉപദേശങ്ങൾ കൊണ്ട് കാര്യം പിടികിട്ടി. ഇത് തനിക്കിട്ടുള്ള വെപ്പാണെന്ന് അങ്ങനെ മനസ്സിലാക്കി അവൾ എന്ത് ചെയ്തു? അവളും സാ സന്നിവാസം സുഹൃതാം പ്രപായാമിവ ഗച്ഛതാം വിജ്ഞായേശ്വരതന്ത്രാണാം മായാവിരചിതം പ്രഭോഃ സർവത്ര സംഗമുത്സൃജ്യ സ്വപ്നൗപമ്യേന ഭാർഗവീം കൃഷ്ണേ മനഃസമാവേശ്യ വ്യതുനോദ്ലിംഗമാത്മനഃ. സാ സന്നിവാസം സുഹൃതാം പ്രപായാമിവ ഗച്ഛതാം വിജ്ഞായേശ്വരതന്ത്രാണാം മായാവിരചിതം പ്രഭോഃ സർവത്ര സംഗമുത്സൃജ്യ സ്വപ്നൗപമ്യേന ഭാർഗവീ കൃഷ്ണേ മനഃസമാവേശ്യ വ്യതുനോദ്ലിംഗമാത്മനഃ. സാ ദേവയാനി എന്നർത്ഥം. അവൾ സുഹൃതാം സന്നിവാസം ഗച്ഛതാം പ്രപായാം ഇവ ഇതി വിജ്ഞായ. എന്താണ് ഇവിടെ മനസ്സിലാക്കിയത്? പാന്തർപ്പെരുവഴിയമ്പലം തന്നിലെ തന്തരായി കൂടി വിയോഗം വരും പോലെ നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലം ആലയ സംഗമം. ഇതാണ് ഇവിടുത്തെ വിഷയം. എന്താണ്? ഗച്ഛതാം സുഹൃതാം സഹവാസം സന്നിവാസം. ഗച്ഛതാം എന്ന് പറഞ്ഞാൽ യാത്ര ചെയ്യുന്നവർ, ഗമിക്കുന്നവർ, വഴിപോക്കർ. വഴിപോക്കരാകുന്ന സുഹൃത്തുക്കൾ. പ്രഭായാം സന്നിവാസം. പ്രഭാ എന്ന് പറഞ്ഞാല് തണ്ണീർപ്പന്തൽ എന്നാണ് അർത്ഥം പറയുക. ഇവിടെ വഴിയമ്പലം, സത്രം എന്നൊക്കെ എടുക്കാം. അപ്പോ പ്രഭ എന്ന് പറഞ്ഞാൽ പ്രകർഷേണ പാനം ചെയ്യുന്ന സ്ഥലം, ദാഹിക്കുന്നവർക്ക് വെള്ളം കൊടുക്കുന്ന
വഴിയമ്പലങ്ങൾ അഥവാ തണ്ണീർപന്തലുകൾ, ഇതൊക്കെയാണ് പ്രഭ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വഴിയമ്പലങ്ങളിൽ അല്ലെങ്കിൽ തണ്ണീർപന്തലുകളിലൊക്കെ അല്ലേ, ഇപ്പോൾ നല്ല വെയിലത്ത് സഞ്ചരിക്കുകയാണെങ്കിൽ ഒന്നിച്ച് സഞ്ചരിക്കുന്നവര് കുറച്ചു നേരം ഒരു തണ്ണീർപന്തലിൽ പോയി അവിടുത്തെ വെള്ളമൊക്കെ കുടിച്ച് ദാഹമൊക്കെ മാറ്റി കുറച്ചു നേരം അവിടെ വിശ്രമിക്കും. അത് കഴിഞ്ഞ് ഓരോരുത്തർക്കും എവിടെ എത്ര ദൂരത്തേക്കാണ് പോകേണ്ടത്, എന്തൊക്കെയാണ് അവർക്ക് ചെയ്യേണ്ടത്, അവരുടെ പ്രാരബ്ധത്തിനനുസരിച്ച് അവരവര് അതാത് സമയമാകുമ്പോൾ എഴുന്നേറ്റ് യാത്ര പറഞ്ഞു പോകും. ഓരോരുത്തർ ഓരോ വഴിക്കായിരിക്കും പോകുക, എല്ലാവരും ഒരേ വഴിക്കും ആയിരിക്കില്ല. അപ്പൊ ഇങ്ങനെ വഴിയമ്പലത്തിൽ താമസിച്ചും അല്ലെ, സത്രത്തിൽ അല്ലെങ്കിൽ ഈ തണ്ണീർപന്തലിൽ താമസിച്ചും മറ്റുമൊക്കെ കുറച്ചു നേരം നിന്ന് പിന്നെ അകന്നു പോകുന്നത് പോലെ ആണ് സുഹൃതാം സന്നിവാസം, ബന്ധുക്കളുടെ എല്ലാം താമസം. ഒന്നിച്ച് താമസിക്കുക എന്ന് പറഞ്ഞത് സാധ്യമല്ല എന്ന് മനസ്സിലാക്കിയിട്ട് വിജ്ഞായ, കാരണം ഇതെല്ലാം നമ്മളെല്ലാം ആരാണ്, എങ്ങനെയുള്ളവരാണ്? ഈശ്വരതന്ത്രാണാം, ഈശ്വരനാൽ നിയന്ത്രിക്കപ്പെടുന്നവരാണ്. നമ്മുടെ മൂക്ക് കയറ് നമ്മുടെ കയ്യിലല്ല, അത് വേറൊരാള് നിയന്ത്രിക്കുന്നു. എല്ലാവരെയും നിയന്ത്രിക്കുന്നവൻ ഈശ്വരൻ. ആ ഈശ്വരന്റെ കയ്യിലാണ് നമ്മുടെയൊക്കെ മൂക്ക് കയറ്. അപ്പൊ അയാൾ എവിടേക്കാ, ഏത് തൊഴുത്തിലേക്കാ നമ്മളെ കെട്ടേണ്ടത്, ആർക്കാണ് കൊടുക്കേണ്ടത് എന്നൊക്കെ തീരുമാനിക്കുന്നത് അതിന്റെ ഉടമസ്ഥനാണ്. അപ്പൊ ഈശ്വരതന്ത്രന്മാരാണ് നമ്മള്. അങ്ങനെയുള്ള നമ്മുടെ ഈ സന്നിവാസം, ഒന്നിച്ചുള്ള താമസം എന്നുള്ളത് അത് പ്രഭോഹോ മായാവിരചിതം, അത് ഭഗവാന്റെ മായ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണെന്ന് വെച്ചാൽ അതിന്റെ തിരക്കഥ മൂപ്പരുടെ കയ്യിൽ മാത്രം രഹസ്യമാക്കി വെച്ചിരിക്കുക, നമ്മുടെ കയ്യിൽ തരില്ല. മൂപ്പര് തിരക്കഥയ്ക്കനുസരിച്ച് നമ്മളെ കളിപ്പിക്കും. എവിടെ പോണം, എന്ത് ചെയ്യണം, നമുക്കുള്ള ഡ്യൂട്ടി എന്താണ്, നമ്മുടെ ഭാരം എന്താണ് വഹിക്കേണ്ടത് എന്നൊക്കെ അപ്പൊ തീരുമാനിക്കും. അതിന്റെ തിരക്കഥ മൂപ്പരുടെ പോക്കറ്റിലാണ്. അതാണ് പ്രഭോഹോ മായാവിരചിതം, ആ പ്രഭുവിന്റെ മായ കൊണ്ടുണ്ടാക്കിയതാണ് ഇതെല്ലാം. ഈ പറഞ്ഞ കൂടിച്ചേരലും പിരിയലും അപ്പൊ അവന്റെ ഇഷ്ടത്തിനാണ് നമ്മൾ കൂടിച്ചേർന്നത്. ഇപ്പൊ നമ്മൾ ആരെങ്കിലും തമ്മിൽ പ്രതീക്ഷിച്ച് ആണോ പലരും കൂടിച്ചേരുന്നത്? നമ്മൾ ആരെങ്കിലും ജീവിതത്തിൽ സ്വപ്നേബി വിചാരിച്ചിട്ടുണ്ടോ നമ്മളൊക്കെ തമ്മിൽ കണ്ടുമുട്ടും എന്ന്? കൊറോണ എന്ന രൂപത്തില് ഈശ്വരതന്ത്രം നമ്മളെയൊക്കെ ഓൺലൈനിലൂടെ ബന്ധിപ്പിച്ചു അല്ലേ? ഓരോരുത്തരും അവരവരുടെ പ്രാരബ്ധത്തിനനുസരിച്ച് കുറെ കാലം ഇതില് ക്ലാസുകൾ കേൾക്കുന്നു. കുറെ കഴിയുമ്പോൾ എന്തെങ്കിലും പ്രാരബ്ധവശാൽ സമയമില്ലാതെ പോവുകയോ വിട്ടുപോവുകയോ മടുത്തിട്ട് പോവുകയോ ഒക്കെ ചെയ്യും. അയ്യേ, ഈ സ്വാമി എന്താ ഈ പറഞ്ഞതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഈ ഭാഗവതം മുഴുവൻ ഒരേ ആശയം തന്നെയാണല്ലോ, ഒരേ സത്യം പരൻ ധീമഹി അല്ലേ? ഇപ്പൊ ഇത്രയേ ഉള്ളൂ ഭാഗവതം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഓരോരുത്തരും ഓരോ വഴിക്ക് പോയിട്ടുണ്ടാവും. എത്രയോ പേര് പോയി. പുതിയ ആൾക്കാർ ഇതാ വന്നുകൊണ്ടിരിക്കണം. ഇന്നലെ വന്നവരുണ്ട്, ഇന്ന് വന്നവരുണ്ട്, നാളെയും വന്നുകൊണ്ടിരിക്കും ഈ ഒരു പ്രവാഹത്തിലേക്ക്. ഇത് ആരുടെ നിയന്ത്രണത്തിലാണ്? ഈശ്വര യന്ത്രിതം. അപ്പൊ ഈശ്വരതന്ത്രന്മാരാണ് നമ്മളൊക്കെ, ഈശ്വരനാൽ ചേർത്ത് വെക്കപ്പെട്ടാണ്. അപ്പൊ അത് പിരിക്കുന്നതും ആരുടെ ഇഷ്ടമാണ്? അദ്ദേഹത്തിന്റെ ഇഷ്ടമാണ്. അത് അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിന് വിടൂ, നമ്മൾ ബലം പിടിക്കേണ്ട. നമ്മള് ബലം പിടിക്കേണ്ട ആവശ്യമില്ല. എപ്പോഴാണോ ഈശ്വരൻ ഇത് മതി എന്ന് നമ്മളോടൊക്കെ പറയുന്നത്, ഓരോരുത്തരോടും പറയുന്നത്, അപ്പൊ നമുക്ക് മതിയാക്കാം അല്ലേ? ഇപ്പൊ എന്നോടും ഈശ്വരൻ പറയണത് മതിയാക്കിക്കോളൂ എന്ന് പറഞ്ഞാൽ നമുക്ക് മതിയാക്കാം. എപ്പോ വേണമെങ്കിൽ ഈശ്വര നിശ്ചയം നടക്കാം, എങ്ങനെ വേണമെങ്കിലും നടക്കാം, നമ്മുടെ നിയന്ത്രണത്തിലേ അല്ല. അതുകൊണ്ട് അപ്പൊ ഈശ്വരതന്ത്രന്മാരായിട്ടുള്ള നമ്മൾക്ക് ഭഗവാന്റെ മായ കൊണ്ട് വിരചിക്കപ്പെട്ടതാണ് ഈ കാണുന്ന നമ്മൾ തമ്മിലുള്ളതായിട്ടുള്ള ബന്ധങ്ങൾ, സമാഗമങ്ങൾ. അത് കഴിഞ്ഞ് നമ്മുടെ
പരസ്പരമുള്ള പ്രാരബ്ധം കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ മറ്റു പ്രാരബ്ധങ്ങൾക്കായിക്കൊണ്ട് പിരിഞ്ഞു പോകുന്നു. അതിനെ അതിന്റെ പാട്ടില് വിടുക, ഈശ്വര നിശ്ചയത്തിന് വിടുക. അതുകൊണ്ട് സർവത്ര സംഗമുത്സൃജ്യ സ്വപ്നൗപമ്യേന ഭാർഗവീ കൃഷ്ണേ മനസ്സമാവേശ്യ വിദുനോ ലിംഗമാത്മനഃ. സർവത്ര സംഗമുത്സൃജ്യ സ്വപ്നൗപമ്യേന ഭാർഗവീ കൃഷ്ണേ മനസ്സമാവേശ്യ വ്യതുനോത് ലിംഗമാത്മനഃ. ഭാർഗവീ, ആ ഭൃഗുവംശജാതയായ ശുക്രാചാര്യ മകള് ദേവയാനി എന്നർത്ഥം. ആ ഭാർഗവി എന്ത് ചെയ്തു? സർവത്ര സംഘം ഉത്സൃജ്യ, എല്ലായിടത്തുള്ള സംഘം. കാരണം സ്വപ്നൗപമ്യേന, എല്ലാറ്റിനെയും സ്വപ്നത്തോട് ഉപമിച്ചു എന്നർത്ഥം. ഈ കാണുന്നതെല്ലാം സ്വപ്ന സമാനം. ഇന്നുണ്ട്, നാളെ ഇല്ല. ദൃഷ്ടനഷ്ട സ്വഭാവം. സ്വപ്നം കാണുമ്പോൾ മാത്രമാണ് അതിന് സത്യത്തുള്ളത്. സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞാൽ സ്വപ്ന ലോകമില്ല. അതുപോലെ ഈ ജാഗ്രത്തിൽ കാണുന്നതും ഒരു നീണ്ട സ്വപ്നം മാത്രം. അതില് ഇന്നലെകൾ കഴിഞ്ഞു പോയതെല്ലാം നമുക്ക് ഇപ്പൊ സ്വപ്നം പോലെയാണ്. ഇന്നിപ്പോ കാണുന്നത് നാളത്തെ സ്വപ്നമായി മാറും. ഇങ്ങനെ ഈ ജീവിതം, ഈ ലോകം, ഈ ബന്ധങ്ങൾ എല്ലാം സ്വപ്ന സമാനം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ഉപമിച്ചിട്ട് സ്വപ്ന സമാനമാണെന്ന് സർവത്ര ഉപമിച്ചിട്ട് സംഘം ഉത്സൃജ്യ, എല്ലാറ്റിലുമുള്ള സംഘത്തെ വെടിഞ്ഞിട്ട് അനിത്യമായിട്ടുള്ള വസ്തുക്കളോട് സംഘം വെച്ചാൽ കരയേണ്ടി വരും. അതുകൊണ്ട് അനിത്യമസുഖം ലോകം ഇമം പ്രാപ്യ ഭജസ്വമാം എന്ന് തീരുമാനിച്ചു. ഭഗവാനെ ഭജിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ കൃഷ്ണേ മനസ്സമാവേശ്യ, മനഃ കൃഷ്ണേ സമാവേശ്യ, ശാശ്വതനായ സത്യസ്വരൂപനായ ഭഗവാനിൽ മനസ്സിനെ ഉറപ്പിച്ചിട്ട്, സത്യം പരം ധീമഹി എന്നുറപ്പിച്ചിട്ട്, വ്യതുനോത് ലിംഗം ആത്മനഃ, ആത്മനഃ ലിംഗം വ്യതുനോത്, അവനവന്റെ ആ ലിംഗത്തെ, ഇവിടെ ലിംഗശരീരം മനസ്സ് എന്നൊക്കെ അർത്ഥം, സൂക്ഷ്മ ശരീരം എന്നർത്ഥം. സൂക്ഷ്മ ശരീരത്തിലാണ് നമ്മുടെ വാസനകളൊക്കെ, നമ്മുടെ ചിന്തകളൊക്കെ കിടക്കുന്നത്. മനസ്സും ബുദ്ധിയും സൂക്ഷ്മ ശരീരമാണ്. അപ്പൊ അതിനെ നശിപ്പിച്ചു, അതിനെ ഉപേക്ഷിച്ചു. വ്യതുനോത്ത്, അതിന്റെ പ്രതീകമായി തന്റെ ശരീരത്തെ വേണമെങ്കിൽ ഏതെങ്കിലും ഒരു അഗ്നിയിലേക്ക് സമർപ്പിച്ചിട്ടുണ്ടാവും. ഒരു ആത്യന്തികമായ പൂർണാഹൂതി, അഗ്നിഹോത്രത്തിൽ അവസാനം ചെയ്യുന്ന പൂർണാഹൂതി പോലെ തന്റെ ശരീരത്തെയും പൂർണാഹൂതി ചെയ്തു. മതി, എല്ലാം മതി, ചെയ്യേണ്ടതൊക്കെ ചെയ്തു കഴിഞ്ഞു, അനുഭവിക്കേണ്ടതൊക്കെ അനുഭവിച്ചു കഴിഞ്ഞു, ഇനി ഇതുകൊണ്ട് കാര്യമൊന്നുമില്ല എന്ന് മനസ്സിലാക്കി ഈശ്വരനിൽ, സത്യസ്വരൂപനായ ഈശ്വരനിൽ മനസ്സിനെ ഉറപ്പിച്ച് ആ ഭഗവാനിലേക്ക് ചേർന്നു. ശരീരം വെടിഞ്ഞു എന്നർത്ഥം. മനസ്സിനെ കൃഷ്ണേ സമാവേശ്യ വ്യതുനോദ ലിംഗമാത്മനഃ. ഇങ്ങനെ ദേവയാനിയെക്കുറിച്ചും അവളുടെ ഗതിയെക്കുറിച്ചും പറഞ്ഞ് ഭഗവാന് നമസ്കാരം ചെയ്തുകൊണ്ട് ശുഖബ്രഹ്മർഷി ഈ യയാതി ചരിതം അവസാനിപ്പിക്കുന്നു. നമസ്തുഭ്യം ഭഗവതേ വാസുദേവായ വേധസേ സർവഭൂതാധിവാസായ ശാന്തായ ബൃഹതേ നമഃ. നമസ്തുഭ്യം ഭഗവതേ വാസുദേവായ വേധസേ സർവഭൂതാധിവാസായ ശാന്തായ ബൃഹതേ നമഃ. നമസ്തുഭ്യം ഭഗവതേ വാസുദേവായ വേദസേ. ഭഗവാനെ, ഹേ ഭഗവതേ തുഭ്യം നമഃ. അല്ല, ഭഗവതേ തുഭ്യം നമഃ. ഭഗവാനായിക്കൊണ്ട്, ഭഗവാനായ അങ്ങേക്കായിക്കൊണ്ട് എന്റെ നമസ്കാരം. അങ്ങാരാണ്? വേദസ്സാണ്. വേദസ് എന്ന് പറഞ്ഞാൽ സൃഷ്ടികർത്താവ്, വിധാത, വേദ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാറ്റിനെയും വിധാനം ചെയ്യുന്നവൻ, എല്ലാം നിർമ്മിക്കുന്നവൻ. അങ്ങനെയുള്ള വേദസേ വാസുദേവായ, വാസുദേവനായിക്കൊണ്ട്, സർവാത്മാവായ ഭഗവാനായിക്കൊണ്ട് നമസ്തുഭ്യം നമഃ, അങ്ങേക്ക് നമസ്കാരം. സർവഭൂത അധിവാസായ, സർവഭൂതങ്ങളിലും അധിവസിക്കുന്നവൻ, സർവഭൂതാധിവാസൻ, അല്ലെങ്കിൽ സർവഭൂതങ്ങളും ആരിൽ അധിവസിക്കുന്നുവോ അവനും സർവഭൂതാധിവാസൻ.
സർവാണി ഭൂതാനി യസ്മിൻ അധിവസന്തി സഹ സർവഭൂതാദിവാസഃ. സർവേഷു ഭൂതേഷു യഃ അധിവസതി സഹാപി സർവഭൂതാദിവാസഃ. ശാന്തായ ബൃഹതേ നമഃ. ശാന്തായ ശാന്തസ്വരൂപനായിരിക്കുന്നവനും ബൃഹതേ ബൃഹത് സ്വരൂപനായിരിക്കുന്നവനും മഹാൻ അല്ലെങ്കിൽ ബ്രഹ്മസ്വരൂപനായിരിക്കുന്ന വാസുദേവനായ അങ്ങയ്ക്ക് നമസ്കാരം. അപ്പോ ഭഗവതേ തുഭ്യം നമഃ, വാസുദേവായ തുഭ്യം നമഃ, വേദസേ തുഭ്യം നമഃ, സർവഭൂതാദിവാസായ തുഭ്യം നമഃ, ശാന്തായ തുഭ്യം നമഃ, ബൃഹതേ തുഭ്യം നമഃ. ഭഗവാന് നമസ്കാരത്തെ പറഞ്ഞുകൊണ്ട് ശ്രീ ശുകബ്രഹ്മർഷി കഥയെ അവസാനിപ്പിക്കുകയാണ്. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം നവമസ്കന്ധേ സോമവംശനിരൂപണ പ്രകരണേ യയാദിമോക്ഷനിരൂപണം നാമ ഏകോനവിംശതിതമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം നാരായണായേതി സമർപ്പയാമി. ഹരി ഓം. ഇപ്പം ഈ നവമസ്കന്ധത്തിൽ 5 അധ്യായങ്ങളുണ്ട്. 20, 21, 22, 23, 24. ഇതിൽ പൂരുവിന്റെ വംശം, അതുപോലെ യദുവിന്റെ വംശം, ഇതാണ് പ്രധാനമായിട്ട് പറയുന്നത്. അനു, ദ്രുഹ്യു, തുർവസു ഇവരുടെയൊക്കെ ചെറുതായിട്ട് പറയുന്നുണ്ട്. ഇതിൽ ദുഷ്യന്തൻ, ശകുന്തള അവരുടെ കഥ, ഭരതന്റെ കഥ, അതുപോലെ രന്തിദേവന്റെ കഥ, ഇതൊക്കെ കുറച്ച് ഏതാനും വരികൾ കൊണ്ട് പറഞ്ഞു വരുന്നു. അത് കഴിഞ്ഞ് പാണ്ഡവ വംശം, കൗരവ വംശം അതൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ യദുവംശത്തിൽ ഭഗവാന്റെ വംശം, ഭഗവാന്റെ അവതാര പര്യന്തം ഉള്ള കാര്യങ്ങൾ ചുരുക്കി പറയുന്നു. നമുക്ക് വന്നിട്ട് കാണാം. ജൂലൈ മാസം 9-ാം തീയതിയോ 10-ാം തീയതിയോ ഒക്കെ ആയിട്ട് തിരിച്ചെത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് കാണാം. പറ്റിയാൽ പൂനെയിലെ സപ്താഹം ലൈവായിട്ട് കുറച്ചൊക്കെ ഇടയ്ക്കൊക്കെ ഇടാൻ നോക്കാം. ആരെങ്കിലും അവിടെ സഹായം ഉണ്ടെങ്കിൽ, സാഹചര്യങ്ങളുണ്ടെങ്കിൽ അത് തന്നെ. അപ്പോൾ എല്ലാവർക്കും ശുഭദിനങ്ങൾ ആശംസിക്കുന്നു. വലിയ പ്രളയമൊന്നുമില്ലാതെ കേരളത്തിലെ മഴക്കാലം കഴിഞ്ഞു പോകട്ടെ, അല്ലേ? എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഉണ്ടാവട്ടെ. രോഗങ്ങളൊന്നും പിടികൂടാതിരിക്കട്ടെ. കാലേ വർഷതു പർജന്യഃ പൃഥ്വീ സസ്യശാലിനി ദേശോയം ക്ഷോഭരഹിതഃ ബ്രാഹ്മണാ സന്തു നിർഭയാഃ. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും കൃതജ്ഞതാപൂർവം നമസ്കാരം. താങ്ക് യു. ഇന്ന് ശുഭരാത്രി, സുഖനിദ്ര. നാരായണ. ഹരി ഓം. നാരായണ. താങ്ക് യു.
ഓം ഓം. നാരായണ. താങ്ക് യു എല്ലാവർക്കും താങ്ക് യു. ശരി. നമോ നാരായണ.